السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 29ാമത്തെ ആയത്താണ് കഴിഞ്ഞത് അല്ലേ. ഇന്ന് ഇൻഷാല്ലാ 129 130 മുതൽ 131 32 3 ആയത്തുകൾ കാണാം. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്ലാമിനെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ് കണ്ടത്. ഇബ്രാഹിം അലൈഹിസ്ലാമിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ മെയിൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് ബനു ഇസ്രായേൽ ആയിരുന്നു അല്ലെ. എന്തിനാണ് ബനു ഇസ്രായേലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ വേണ്ടി ക്ഷണിക്കുകയായിരുന്നു. ആ ആയത്തുകൾ അത്രയും അല്ലെ, അത് തുടങ്ങിയതും അതിനകത്താണ്, അവസാനിച്ചതും അവിടെയാണ് അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ തുടങ്ങിയ സമയത്ത് ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന്റെ അടുത്ത് പറഞ്ഞതില്ലേ, ഞാൻ നിങ്ങൾക്ക് തന്ന കരാറ് നിങ്ങൾ പാലിക്കുക, എന്നാ ഞാനും പാലിക്കും അല്ലെ, നിങ്ങൾക്ക് തന്ന പ്രോമിസ് ഞാനും പാലിക്കും. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക. കാരണം അവർ അതുവരെ എല്ലാ കാര്യത്തിലും ഒക്കെ ആയിരുന്നു. അതേപോലെ കൺക്ലൂഷനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് തന്നെയാണ്. കാരണം അത് പറയാൻ കാരണം അവരിലേക്ക് അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിച്ചവരാണ് അവരല്ലേ. പക്ഷേ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം സ്വീകാര്യയോഗ്യവുമല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവര് സ്പെഷ്യലായിട്ട് വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ. അവർ ഇത്രയും കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുമില്ല, അവരുടെ ദുൽമുകൾ ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ടും അള്ളാഹു അവരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. എന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും കൂടെ വിശ്വസിക്കില്ലേ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം കംപ്ലീറ്റ് ആയി. പക്ഷെ അവർ കൊടുത്തിരുന്ന എക്സ്ക്യൂസ് എന്താണ്? അവരെന്തുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പിന്തലമുറക്കാരാണ് അല്ലെ. നമുക്കറിയാം ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നുള്ള പേര് ആരുടെയാണ്? യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ആണ്. അപ്പൊ ഞങ്ങള് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരാണ്. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാം നമ്മളെ അടുത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ സന്താന പരമ്പരകളായിട്ട് നിലനിന്നാ മതി, ജൂതന്മാരായിട്ട് നിലനിന്നാ മതി, നിങ്ങളിലേക്ക് അയച്ച പ്രവാചകന്മാരെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത് അല്ലെ. നിങ്ങളിൽ പെടാത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരാത്ത ഒരു പ്രവാചകനെ അവര് വിശ്വസിക്കേണ്ട കാര്യമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽപ്പെട്ടതല്ല, അതുകൊണ്ട് തന്നെ അവരതിനകത്ത് വിശ്വസിക്കുന്നുമില്ല. ഇന്നും പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മെസ്സഞ്ചർ ആയിട്ട്, ഒരു സന്ദേശവാഹകനായിട്ട്, ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പറയുന്നത് എന്താ? അത് അറബികൾക്കുള്ള പ്രവാചകനാണ്, ഞങ്ങൾക്കുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. എന്നാ ഇതേ സമയം ജൂതന്മാര് അവര് എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ വേറെ ആരെങ്കിലും അഡ്മിൻ ആക്കിയിട്ടില്ല അല്ലെ. ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ പറയണേ. ഓക്കെ, ഫൈൻ. ഓക്കെ, അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈറൻ. അപ്പം ഇതൊക്കെ പറയുമ്പോഴും ജൂതന്മാര് പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരാണ് അല്ലെ. ഞങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തതൊക്കെ ചെയ്യുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഞങ്ങൾ പ്രേസ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട് അല്ലെ. ഞങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഫോളോവേഴ്സ് തന്നെയാണ് എന്ന് അവര് പറയുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രീതി എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങൽ അല്ലെ. എന്ത് കൽപ്പന കൊടുത്തു കഴിഞ്ഞാലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഈസി ആണെങ്കിലും പ്രയാസമാണെങ്കിലും, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രീതി അതിനങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങലാണ് അല്ലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല സ്വന്തം മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നോ പറഞ്ഞില്ല, അത് ചെയ്യാൻ വേണ്ടി തയ്യാറായി അല്ലെ. അപ്പം
എത്ര പ്രയാസമേറിയ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാലും അതിന് കീഴൊതുങ്ങലാണ് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ രീതി. സുബ്ഹാനല്ലാഹ്. പക്ഷെ ബനു ഇസ്രായേല് അല്ലെ, അവരുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് സ്വീകരിക്കാൻ പറഞ്ഞപ്പം അവർക്കത് പ്രയാസമായി. ആ പ്രയാസമായത് കൊണ്ട് അവരതിനെ സ്വീകരിച്ചില്ല. എന്നാ ഇവർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഫോളോവേഴ്സുമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രീതിയാണ് എത്ര പ്രയാസം തോന്നിക്കഴിഞ്ഞാലും എന്ത് കൽപ്പന കൊടുത്തു കഴിഞ്ഞാലും അത് അതേപടി സ്വീകരിക്കലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത ഒരു വാദം അവരെ മുന്നിലേക്ക് വെക്കുകയാണ് അല്ലെ. നിങ്ങൾ പറയുന്നു നിങ്ങൾ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാർക്ക് വേറെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു നബീനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നു നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരാണെന്ന്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രീതി എന്തായിരുന്നു? കംപ്ലീറ്റ് സബ്മിഷൻ ആണ് അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങലാണ്. ഒരു ഇത് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് എളുപ്പമാണോ പ്രയാസമാണോ ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്തതാണോ എന്നൊന്നും നോക്കാതെ കംപ്ലീറ്റ് അങ്ങ് കീഴൊതുങ്ങലാണ്. അപ്പം ഇതാ നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യം ഒന്ന് നോക്ക്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അങ്ങേയറ്റം അനുസരണയുള്ളവനായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ അതല്ലേ ചെയ്യേണ്ടത്? കഅബ ഉണ്ടാക്കിയ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നവര് വിശ്വാസികളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഫോളോവർ ആണ്. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്യുന്നവര് വിശ്വാസികളാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊരു വാണിംഗ് കൊടുക്കാൻ പോവാണ്. ആര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നു അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്തതായിട്ടൊരു വാണിംഗ് കൊടുക്കുകയാണ്. 130-ാമത്തെ ആയത്ത്, وَمَن يَرْغَبُ عَن مِّلَّةِ إِبْرَاهِيمَ إِلَّا مَن سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും. വാക്കർത്ഥം നോക്കാം. വമൻ ഏതൊരുവർ, ആര് എന്നർത്ഥം. യറോബു അൻ, യറോബു അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഐൻ ബ, പുതിയ റൂട്ടാണ്, കളറ് മാറ്റാൻ മറന്നുപോയതാണ്. ഉപേക്ഷിക്കുക, എന്താണ്, പിന്തിരിഞ്ഞു കളയുക എന്നൊക്കെ അർത്ഥം. മില്ലത്ത് മാർഗം, വഴി, മുമ്പും കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ. ഇല്ല, എക്സെപ്റ്റ്, അത് അല്ലാതെ, യാതൊരുവൻ അല്ലാതെ. ഇല്ലാമെന്ന് വെച്ചാൽ ഒരുവൻ അല്ലാതെ. സഫിഹ, സീൻ ഫ ഹ, സഫിഹ അവൻ വിഡ്ഢിയാക്കി. നഫ്സഹു അവന്റെ നഫ്സിനെ തന്നെ, അവനെ തന്നെ. വലഖദ് ഇസ്തഫൈനാഹു, വലഖദ് നിശ്ചയമായും തീർച്ചയായും ഉറപ്പിച്ചു പറയാണ്. ഇസ്തഫൈന നാം തെരഞ്ഞെടുത്തു. ഓക്കെ, നാ അവസാനമുണ്ട്, ഹു അവനെ. അപ്പം ഇസ്തഫൈനാഹു. ഓക്കെ, ഫിഅലിന്റെ കൂടെ ഒരു ദമീർ മുത്തസിലുണ്ട്, പ്ലസ് എന്താണ്, ഹു എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അവനെ നാം തെരഞ്ഞെടുത്തു. അപ്പം നാം തെരഞ്ഞെടുത്തു അല്ലെ, നാം തെരഞ്ഞെടുത്തു. ഫഅൽന പോലെ നാം ചെയ്തു എന്ന അർത്ഥം വരുന്ന എന്താണ്, ഫിഅല് മാദി പ്ലസ് ഹു എന്ന് പറയുന്ന ദമീർ മുത്തസിൽ. ഓക്കെ, അപ്പൊ ഇസ്തഫൈനാഹു അവനെ നാം തെരഞ്ഞെടുത്തു. ഫിദ്ദുന്യ ഇഹലോകത്ത്. വ ആൻഡ് ഇന്നഹു നിശ്ചയമായും അവൻ, ഇന്ന പ്ലസ് ഹു, ഇന്നഹു നിശ്ചയമായും അവൻ, ഫിൽ ആഖിറതി പരലോകത്തും, ലമിന സ്വാലിഹീൻ ഇവിടെ വീണ്ടും ല ഉണ്ട്, നിശ്ചയമായും, മിൻ നിന്ന്, സ്വാലിഹീൻ സ്വാലിഹീങ്ങൾ, സ്വാലിഹിന്റെ പ്ലൂറലാണ് സ്വാലിഹീൻ. അപ്പം നിശ്ചയമായും പരലോകത്തും അവൻ സജ്ജനങ്ങളിൽപ്പെട്ടവൻ തന്നെ ആണ്. തഫ്സീർ നോക്കാം. وَمَن يَرْغَبُ عَن مِّلَّةِ إِبْرَاهِيمَ إِلَّا مَن سَفِهَ نَفْسَهُ. അപ്പം ആര് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന്, ഇബ്രാഹിമിന്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നുവോ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. അവനെ തന്നെ വിഡ്ഢിയാക്കിയവനാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അത്രക്ക് വിഡ്ഢിയായവൻ മാത്രമേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് മില്ലത്തിലായിരുന്നു? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ആളുകളെ ക്ഷണിച്ചതോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലേക്ക് തന്നെയാണ്. അപ്പം ജൂതന്മാര് പറയാണ്, ഇല്ല
നമുക്ക് എന്താണ് ഈ ഒരു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലാത്ത പ്രവാചകനെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയുമ്പോൾ ശരിക്കും അവര് ഫോളോ ചെയ്യും എന്ന് പറയുന്ന അവര് സ്വീകരിക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തന്നെയാണ് അവര് അവിടെ റിജക്ട് ചെയ്യുന്നത് അല്ലെ. ശരിക്കും ഫൂളിഷ്നെസ് ആണ്. അവരെ തന്നെ പ്രവർത്തികളും വാക്കുകളും തമ്മിൽ കോൺട്രഡിക്ഷൻ ആണ് അല്ലെ. അവര് ഭയങ്കര വിഡ്ഢിത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോബ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചായുക, എന്തെങ്കിലും ഒന്നിനെ അനുകൂലിക്കുന്നതിനാണ് റോബ. റോബ ഇലേഹി, റോബ ഫീഹി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ റോബയുടെ പിന്നാലെ ഇപ്പൊ നമ്മൾ ഫീഹി ഇലേഹി ഒക്കെ പറഞ്ഞ പോലെ അൻ വരാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഉമയ്യ റോബു അൻ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം അതിന്റെ അർത്ഥം എന്താവും? അതിൽ നിന്ന് നേരെ തിരിഞ്ഞു നിൽക്കുക, വിട്ടുകളയുക, വിമുഖത കാണിക്കുക. ഓക്കെ. അപ്പം റോബ ഫീഹി, റോബ ഇലേഹി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിലേക്ക് ചായ. റോബ അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിഞ്ഞു കളയുക, അതിന് വിട്ടുകളയുക. അപ്പൊ ഇവിടെ വമയ്യ റോബു അൻ. അപ്പം അവരിവിടെ എന്തിനോ വിട്ടുകളയാണ് അല്ലെ. എന്താണ് അവര് വിട്ടുകളയുക? നമ്മൾ സാധാരണഗതിയിൽ എന്തിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുക? എന്തിനാണ് നമ്മൾ വിട്ടുകളയുക, വിമുഖത കാണിക്കുക? നമുക്ക് ഇഷ്ടമില്ലാത്തതിന് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ലാത്തതിന്, അല്ലെങ്കിൽ നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങളെ. അപ്പൊ വമയ്യ റോബു അൻ മില്ലത്തി ഇബ്രാഹിം. ആരാണ് അല്ലെ എന്താണ് ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ, മാർഗത്തിനെ ഒഴിവാക്കുന്നത്? ആരാണ് അതിനെ വെറുക്കുന്നത് അല്ലെ? ആരാണ് അതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? മില്ല, മീം, ലാം. നമ്മൾ മുമ്പ് കണ്ടതാണ്. മില്ല എന്ന് പറഞ്ഞാല് ഒരു രീതി, ദീൻ, വിശ്വാസം എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് ആര് തിരിഞ്ഞു നിൽക്കുന്നുവോ? എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത്? നമുക്കറിയാം, ടോട്ടൽ സബ്മിഷൻ ആണ് അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് ഒരു തിരി പോലും വിടവില്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങലാണ്. അത് ഹനീഫൻ മുസ്ലിമൻ. സുബ്ഹാനല്ലാഹ് അല്ലെ. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കാൻ തയ്യാറായവനാണ് അല്ലെ. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പൊതുവെ അല്ലെ, നമ്മളുടെ ഇണകള്, നമ്മളുടെ മക്കള്, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനൊക്കെ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി ഒഴിവാക്കാൻ തയ്യാറായവനാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ആകെ താല്പര്യമുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കലാണ്. സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലുള്ള കീഴൊതുങ്ങൽ കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഖലീലാക്കിയിട്ട് എടുത്തത് അല്ലെ. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. മാത്രമല്ല അദ്ദേഹം അബുൽ അംബിയ ആയിരുന്നു അല്ലെ. പ്രവാചകന്മാരുടെ എന്താണ്, അൻബിയാക്കളുടെ പിതാവ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേക ഇഷ്ടമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അല്ലെ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യമാണ് സൂറത്തുൻ നഹ്ല് 120-ാമത്തെ ആയത്ത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. തീർച്ചയായും ഇബ്രാഹിം എന്തായിരുന്നു? ഒരു സമുദായം തന്നെയായിരുന്നു. എത്തരത്തിലുള്ള? അള്ളാഹുവിന് ഖാനിതൻ അല്ലെ. ഖുനൂത്ത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. ഹനീഫൻ വലം യഖു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ നിലകൊള്ളുന്ന, വ്യതിചലിക്കാത്ത ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് അല്ലെ. ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു ഉമ്മത്തായിരുന്നു. ഒരാളെ കൊണ്ട് ഒരു ഉമ്മത്തെന്ന് പറയണമെങ്കിൽ ശരിക്കും കേൾക്കുമ്പോൾ രോമാഞ്ചം വരേണ്ട ഒരു കാര്യം അല്ലെ. അത് ഒരു എൻറ്റയർ ജനതക്ക് സാധിക്കാവുന്ന കാര്യം ഒറ്റയ്ക്ക് സാധിപ്പിച്ചിട്ടുള്ള, ഒറ്റയ്ക്ക് അക്കംപ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ വെറുതെ തമാശക്ക് പറയാറുണ്ടല്ലേ, അവനൊരു പ്രസ്ഥാനാണെന്നൊക്കെ. അത്രയും വലിയ സംഭവമാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ അത് പറയാ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രശംസിക്കാൻ ഉപയോഗിച്ച വാക്കാണ് എന്താണ്? ഇന്ന ഇബ്രാഹിമ ഖാന ഉമ്മത്തൻ. ഒരു ജനത, ഒരു ഉമ്മത്തായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം. അത് എങ്ങനെയുള്ള? ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് ഖാനിതൻ ലില്ലാഹി ഹനീഫൻ, കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയ ഒരു ജനത. ഒരു കംപ്ലീറ്റ് ജനതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് സ്വന്തമായിട്ട് ചെയ്തവനാണ് ഇബ്രാഹിം. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും എക്സംപ്ലറി ആയില്ല, അത്രയും മാതൃകായോഗ്യമായ ശ്രേഷ്ഠമായ വഴിയായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴി അല്ലേ. അള്ളാഹ്ക്ക്
അത്രയ്ക്ക് ഇഷ്ടമുള്ള വഴിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവസാനത്തെ പ്രവാചകൻ വന്നപ്പോ, അവസാനത്തെ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? സൂറത്തുൻ നഹ്ലിൽ തന്നെ 123-ാമത്തെ ആയത്തില് സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. അവസാനത്തെ പ്രവാചകൻ വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറഞ്ഞത്, പിന്നീട് നിനക്ക് നാം ബോധനം നൽകി ഏറ്റവും ചൊവ്വായ പാതയിൽ നിലയുറപ്പിച്ച ഇബ്രാഹിമിന്റെ മാർഗം പിന്തുടരണമെന്ന്. അപ്പൊ എന്തൊരു പവറാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിന്, അല്ലെ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, നീ സംഭവം അവസാനത്തെ നബിയൊക്കെയാണ്, അല്ലെ? നിനക്കായിട്ട് ഞാൻ ഒരു ഗ്രന്ഥം തന്നെ ഇറക്കിയിട്ടുണ്ട്, അല്ലെ? നിനക്കൊരു ഉമ്മത്തുണ്ട്, വലിയൊരു ഉമ്മത്തുണ്ട്, ലോകാവസാനം വരെ നിനക്കുള്ളതാണ്. പക്ഷെ നീ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? മില്ലത്തെ ഇബ്രാഹിം. സുബ്ഹാനല്ലാഹ്. എന്താ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു പവർ, അല്ലെ? തുടർന്ന് വേറൊരു സൂറത്ത് അൻആമിലെ 79-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദി ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഞാൻ നേർവഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. അപ്പം ഇത്തരത്തിലുള്ള എല്ലാം അള്ളാഹുവിന് വേണ്ടി കീഴൊതുക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം പിന്തുടരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പിച്ചത്, അല്ലെ? കംപ്ലീറ്റ് ആയിട്ട് നീ കീഴൊതുങ്ങ. അപ്പം ആര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്നുവോ അവൻ എന്താണ്? ഇല്ല, അല്ലാതെ മൻസഫിഹ നഫ്സ, അവന് സ്വന്തം ആത്മാവിനെ വിഡ്ഢിയാക്കിയവനല്ലാതെ വേറെ ആരുമല്ല. സുബ്ഹാനല്ലാഹ്. സഫിഹ നഫ്സ, സീൻ ഫ ഹ, സഫഹ, സഫാഹ. സഫാഹ എന്ന് വെച്ചാൽ ഫൂളിഷ്നെസ്, വിഡ്ഢിത്തം. നമ്മള് തുടക്കത്തിലുള്ള ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അലാ ഇന്നഹും ഹുമുസ്സുഫഹ, നിശ്ചയമായും അവർ തന്നെയാണ് എന്ത്? സുഫഹ, വിഡ്ഢികൾ, അതിന്റെ പ്ലൂറല്. ഓക്കെ. അപ്പോ വമൻ സഫിഹ നഫ്സ, അപ്പം അവര് സ്വന്തം ആത്മാവിനെ സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനല്ലാതെ അല്ല. അപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അവൻ സ്വന്തമായിട്ട് എന്താ അറിവില്ലാതെ പെരുമാറുക, അവന്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവയർനെസിന്റെ പരിമിതി കൊണ്ട് എന്താ ശരിക്കുള്ള ഒരു കപ്പാസിറ്റി, ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് അവനെ തന്നെ, അല്ലെ, വിഡ്ഢികള് അല്ലെങ്കിൽ ശരിക്കും നോർമൽ ആയിട്ടുള്ള മാനസികാവസ്ഥ ഇല്ലാത്തവരേ ഉള്ളൂ അവരെ സ്വയം ഉപദ്രവിക്കുള്ളൂ. നമ്മൾ ശാരീരികമായിട്ടുള്ള ഉപദ്രവം എടുത്തു ആരെങ്കിലും സ്വന്തമായിട്ട് ഒരു ബ്ലേഡ് എടുത്ത് കീറുക, അല്ലെ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ സ്വയം നെഞ്ചത്തടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ കാണാണ്ട്. അതെന്താ? ശരിക്കുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് സ്വയം ഉപദ്രവിക്കുള്ളൂ, അല്ലെ? സുബ്ഹാനല്ലാഹ്. സ്വയം നശിപ്പിക്കുള്ളൂ, അല്ലെ? നമ്മൾ ഡ്രഗ്സും അങ്ങനെയുള്ള കണ്ട കാര്യങ്ങളിലൊക്കെ ചെന്ന് സ്വയം നശിക്കുക ശരിക്കും വിവരമില്ലാത്ത ആൾക്കാരാണ്, അല്ലെ? അപ്പൊ സ്വന്തമായിട്ടുള്ള അറിവില്ലായ്മ, വിവരമില്ലായ്മ ഒക്കെ അവനെ എന്തിലേക്കാണ് നയിക്കുന്നത്? നാശത്തിലേക്കാണ് നയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പിന്തിരിയുന്നത് വഴി എങ്ങനെയാണ് ഒരാള് ഫൂളിഷ് ആയി മാറുന്നത്, അല്ലെങ്കിൽ വിഡ്ഢിയായിട്ട് മാറുന്നത്? സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് തിരിഞ്ഞു നിന്നു കഴിഞ്ഞാല് അവന്റെ നാശമാണ്, അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് എന്താണ്? തൗഹീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം കീഴൊതുങ്ങുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമല്ല കീഴൊതുങ്ങുന്നതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ല ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവൻ എങ്ങോട്ടാ പോണത്? നരകത്തിലേക്ക്, അല്ലെ? ഒരു സംശയവും ഇല്ല. പ്രത്യേകിച്ച് അത് അവൻ ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ സ്വയം ഇല്ലാണ്ടാക്കുകയാണ്, അല്ലെ? സ്വയം അവകാശങ്ങൾ, സ്വന്തം നഫ്സിന് കൊടുക്കേണ്ട അവകാശം എന്ന് പറയുന്നത് ആ നഫ്സിനെ ക്രിയേറ്റ് ചെയ്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലെ? നമ്മൾ ഏതൊരു മെഷീനും അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പോഴാണ് അത് അതിനെന്തിനാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനു വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഫോണിനെ നമ്മൾ മിക്സി ആയിട്ട് ഉപയോഗിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല, അല്ലെ? അപ്പോൾ ആ ഒരു കാര്യത്തിന് എന്തിനാണോ ഉണ്ടാക്കിയത് അതിനു വേണ്ടി വൃത്തിക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഹക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നഫ്സിന്, നമ്മളെ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ശരീരം തന്നു, അഖല് തന്നു, അല്ലെ? ബുദ്ധി തന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ സ്വയം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലേ? അത് ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ചിന്തിച്ച് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാൻ വേണ്ടി, നമുക്ക് പരലോകത്തേക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരാള് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ശരിക്കും അവന്റെ ജീവിതം വേസ്റ്റ് ആക്കണം, അല്ലെ? സ്വയം നശിപ്പിക്കുകയാണ്. വമൻ യർഅബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ.
രണ്ട് തരത്തിലുണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിന് നിന്ന് പിന്തിരിഞ്ഞു കളയല്. ഒന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പിന്തിരിയുക. സുബ്ഹാനല്ലാഹ്. ഇപ്പം യഹൂദികളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ, ജൂതന്മാരുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവരെ ഇബ്രാഹിമി മില്ലത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ അവരുടെ രീതി എന്തായിരുന്നു? അവരതിനെ സ്വീകരിച്ചില്ല. അപ്പം ശരിക്കും അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കല് ഒരു രീതി. രണ്ടാമത്തത് അറിയാത്തതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളുടെ ഒരു നെയ്ബർ, ഒരു മുസ്ലിം നെയ്ബർ ഉണ്ട്. ഓക്കെ, അവര് മുസ്ലിം അല്ലാതെ അവർ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നുമില്ല. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ദഅവ ചെയ്ത് ഇന്നതൊക്കെയാണ് ദീന്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, അവരെ അറിഞ്ഞിട്ട് പിന്തിരിയുന്നവരായിരിക്കും. നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവര് അറിയാത്തതിന്റെ പേരിൽ എന്താണ്, തിരിഞ്ഞവരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ കേസിൽ പോലും അവരെന്താണ്, മൻ സഫിഹ നഫ്സ, അറിവില്ലായ്മയുടെ പേരിലാണെങ്കിൽ പോലും അല്ലെ, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഏറ്റവും വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രോമിസ് ആണ് എല്ലാവരുടെ ഉള്ളിലും ഞാൻ തൗഹീദ് ദീൻ എത്തിക്കും എന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങൾ, ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ എത്തിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ ലോകത്ത് നടക്കുന്നത്, ഇന്നലെയൊക്കെ നടന്നത്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറട്ടെ, ക്ഷമ കൊടുക്കട്ടെ, കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കട്ടെ അള്ളാഹു. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെയൊക്കെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലെ. അപ്പം എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, തൗഹീദിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നവർ ഒരു വശം, ഇനി അറിയാതെ തിരിഞ്ഞു നിൽക്കുന്നത് വേറൊരു വശം. ഇനി രണ്ടാണെങ്കിലും അവരെന്താ ചെയ്യുന്നത്, സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്വന്തത്തോട് തന്നെ വിഡ്ഢിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൂളിഷാണ്. സുബ്ഹാനല്ലാഹ്. അവൻ ചിന്തിക്കണം അല്ലേ. ഇത് ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പലരും ഒരു അമുസ്ലിം ആണെങ്കിൽ പോലും ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ടല്ലേ, എന്താ ഇതുകൊണ്ട് ഒരു ഗുണം, എന്തിനായിരിക്കും നമ്മളെ സൃഷ്ടിച്ചതെന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ ചിന്തയെ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തായി, സഫിഹ നഫ്സിൽപ്പെട്ട്, സ്വന്തത്തെ നശിപ്പിക്കുന്ന, സ്വന്തത്തിനോട് വിഡ്ഢിത്തം ചെയ്യുന്ന ആളുകളിൽപ്പെട്ട്. സുബ്ഹാനല്ലാഹ്. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴിയാണ് ബെസ്റ്റ് വഴി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, നിശ്ചയമായും അവനെ ഞാൻ ഈ ലോകത്ത് തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടാ? അവന്റെ ഇബാദത്ത് കൊണ്ട്, അവന്റെ അനുസരണ കൊണ്ട്, അവന്റെ കീഴൊതുങ്ങൽ കൊണ്ട്. ഇങ്ങനെയാ തെരഞ്ഞെടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സ്റ്റേറ്റസ് ഒരുപാട് ഉയർത്തിയില്ലേ ഈ ലോകത്ത്. സുബ്ഹാനല്ലാഹ്. ഇസ്തഫൈനാഹു, സ്വാദ് ഫ വാവ് അല്ലെങ്കിൽ സ്വാദ് ഫ യാ. ഓക്കെ, സൊഫ്വ, ഇസ്തഫ എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും തെരഞ്ഞെടുക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കുക. സൊഫിയ എന്നുള്ള വാക്കും ഇതേ റൂട്ടിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, സൊഫിയ എന്നുള്ള പേര് തെരഞ്ഞെടുക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരിൽ നിന്നും തെരഞ്ഞെടുത്തു. എവിടെ? ഫിദ്ദുന്യ, ഈ ദുന്യാവില് അല്ലെ. നമ്മളത് കണ്ടതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് അല്ലെ, അബുൽ അംബിയ ആയിട്ട്, ഖലീലുല്ലാഹ് ആയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഭാഗ്യം അല്ലാത്ത ഭാഗ്യങ്ങൾ അല്ലെ, നമുക്കൊക്കെ അസൂയോട് കൂടി മാത്രം നോക്കി കാണാവുന്ന. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സ്വന്തം സുഹൃത്തായിട്ട് ഡിക്ലെയർ ചെയ്യാണ് ഖുർആനില്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഭയങ്കര വലിയ റെസ്പെക്ട് ആണ് അല്ലെ, വലിയൊരു ടൈറ്റിലാണ്. ഇതിലും വലിയ ഒരു പൊസിഷൻ കിട്ടാനില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മൾ ഓരോ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേല് സലാത്തും സലാമും ചൊല്ലുമ്പോൾ അല്ലെ, كما كما صليت على إبراهيم كما باركت على إبراهيم. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം എന്തൊരു സ്പെഷ്യൽ സ്റ്റേറ്റസ് ആണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. ഈ ദുനിയാവില് ഓരോരുത്തരും നമ്മളുടെ പ്രവാചകൻ, അവസാനത്തെ പ്രവാചകൻ, ലോകാവസാനം വരെയുള്ള പ്രവാചകന് സലാത്തും സലാമും അയക്കുമ്പോൾ അതേ സ്റ്റേറ്റസ് അല്ലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. നമ്മളില്ലേ ദുനിയാവില് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അല്ലെ, അവരെ നമ്മൾ ഫോളോ ചെയ്യും. സുബ്ഹാനല്ലാഹ്. പലരും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന ചാനൽസ് തന്നെ പറയുന്നത് ആ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. ഭയങ്കര ബിസിനസ് ഒക്കെ ചെയ്ത് റിച്ച് ആയ ആളുകള്, വലിയ വലിയ പൊസിഷനിലുള്ള ആളുകള്, പവറിലുള്ള ആളുകള്, അവരുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ മണിക്കൂറുകളോളം കേൾക്കും. അത് കേട്ട് മോട്ടിവേറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, ഈ ഇങ്ങനെ അതായത് എത്രയോ ദിവസത്തില് എത്രയോ മണിക്കൂറുകളോളം ഇത്തരം മോട്ടിവേഷൻസും ഈവൻ വ്ളോഗുകളും ഒക്കെ അവര്
സുബ്ഹാനല്ലാ, ഇസ്ലാമിക് ക്ലാസ്സസ് ഒരിത്തിരി ലെങ്തി ആയി പോയി കഴിഞ്ഞാൽ അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കുന്ന ക്ലാസ്സസ്, ഖുർആനെ കുറിച്ച് സംസാരിക്കുന്ന ക്ലാസ്സസ് ഒരിത്തിരി ലെങ്തി ആയി പോയാൽ അവർക്ക് ഭയങ്കര കംപ്ലീറ്റ് ആയിരിക്കും. അതൊക്കെ അവർക്ക് ക്യാപ്സ്യൂളിൽ കിട്ടണം. പക്ഷെ ഇതുപോലെയുള്ള ദുന്യാവി ആയിട്ടുള്ള പൊസിഷനിലെത്തിയ, പവറിലെത്തിയ, ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ മോട്ടിവേഷൻസ് മണിക്കൂറുകളോളം കേൾക്കുന്ന ആൾക്കാരെ നമുക്കറിയാം അല്ലേ. സുബ്ഹാനല്ലാ, ഒരുപക്ഷെ നമ്മളും അത്തരത്തിലുള്ള ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരായിരിക്കും. നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ. അവരെങ്ങനെയാ സക്സസ്ഫുൾ ആയത്, അതുപോലെ നമുക്ക് ചെയ്താലോ അല്ലെ. അവരെങ്ങനെയാ ബിസിനസ് ചെയ്തത്, അവരെങ്ങനെയാ പൈസ ഉണ്ടാക്കിയത്, അവരെങ്ങനെയാ പൊസിഷനിൽ എത്തിയത്, അതേപോലെ അറ്റ്ലീസ്റ്റ് അത് കണ്ടിങ്ങനെ ആഗ്രഹിക്കാനെങ്കിലും നമ്മൾ സുബ്ഹാനല്ലാഹ് അത്തരത്തിലുള്ളത് കാണാറുണ്ട് അല്ലെ. അതുപോലെ സക്സസ്ഫുൾ ആകാൻ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ദുന്യാവില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ചൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ഒന്ന് ചോദിക്കട്ടെ, ശരിക്കും നമുക്ക് ഈ മോട്ടിവേഷന് വേണ്ടി പുറത്തെവിടെയും പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഖുർആാനിനകത്തിലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരിക. സുബ്ഹാനല്ലാഹ്, ഒരു ജനത ചെയ്തത് മുഴുവൻ ചെയ്ത ആളാണ്. ഇതിലും വലുത് ആർക്കെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും മോട്ടിവേറ്റർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. മാത്രല്ല ദുനിയാവില് മാത്രല്ല, പരലോകത്തും ലെ ഫിൽ ആഖിറതി എന്താണ്, ലമിന സ്വാലിഹീൻ, നിശ്ചയമായും അവൻ സ്വാലിഹ്യങ്ങളിൽ പെട്ടവനാണ്. സ്വാലിഹീൻ, സ്വാലിഹിന്റെ പ്ലൂരല്. സ്വാലിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, സദാചാരം അല്ലെങ്കിൽ ധാർമ്മികത പുലർത്തുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെ. സ്വാദ് ലാം ഹ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാലിഹ് എന്നുള്ള വാക്ക്. എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അതിനാണ് സ്വാലിഹ് എന്ന് പറയുന്നത്. പരലോകത്ത് ഈ സ്വാലിഹ്യങ്ങളില് പെട്ടവരാണെന്ന് പറയുമ്പോൾ സ്വാലിഹ്യങ്ങളുടെ സ്ഥാനം എവിടെയാണ് പരലോകത്ത്? ദറജാത്തുൽ ഉല അല്ലെ, ഏറ്റവും ഉയർന്ന ദറജ. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ദറജയിലാണ് സ്വാലിഹ്യങ്ങൾ ഉള്ളത്. അപ്പം ഈ ദുന്യാവില് അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ചൂസ് ചെയ്തു ബെസ്റ്റ് ആയിട്ട് അല്ലെ. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പല സാഹചര്യങ്ങളിൽ പ്രശംസിച്ചതൊക്കെ നമ്മൾ കണ്ടു. പരലോകത്ത് എവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം? ദറജാത്തുൽ ഊല, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിൽ പെട്ടതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തും പരലോകത്തും. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നോ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി, ഏറ്റവും അറിവില്ലാത്ത മനുഷ്യൻ അവനാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ലെസൺസ് നോക്കാം. അതായത് ആര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിന്തുടരുന്നുവോ അവനാണ് ഏറ്റവും ബുദ്ധിമാൻ അല്ലെ. നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇനിയും ഒരുപാട് ഖുർആനിൽ പഠിക്കാൻ പോണേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴി പിന്തുടരുന്നവന് ഏറ്റവും ബുദ്ധിമാനാണെന്ന് പറയുന്നത്? സിമ്പിൾ അല്ലെ, നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആയിരുന്നു ഏറ്റവും സക്സസ്ഫുൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുത്തവനാണ് അല്ലെ. സക്സസ്ഫുൾ ആണെന്ന് പ്രൂവ് ചെയ്ത ആളാണ്. ഇഹത്തിലും പരത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത എന്താണ്, കമന്റ് ആണ്, റിവ്യൂ ആണ്, ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളത് അല്ലെ. ഇഹത്തിലും പരത്തിലും സക്സസ്ഫുൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ നമ്മുടെ നാച്ചുറൽ ലോജിക്കല്ലേ. അതിന്റെ പേരിലല്ലേ നമ്മൾ പല യൂട്യൂബ് വീഡിയോകളും കണ്ട് മോട്ടിവേറ്റഡ് ആണ്. അവർ സക്സസ്ഫുൾ ആണ്, അപ്പൊ അവർ ചെയ്തതുപോലെ ചെയ്ത് നമ്മളും സക്സസ്ഫുൾ ആവും. ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നതിനേക്കാളും ഒരുപക്ഷെ അവരെ കുറിച്ച് തന്നെയായിരിക്കും പറയുന്നത്. ഇവിടെ അള്ളാഹു പറയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇവിടെയും സക്സസ്ഫുൾ ആയിരുന്നു, അവിടെയും സക്സസ്ഫുൾ ആകും. അപ്പൊ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ബുദ്ധിമാന്മാർ ആരാണുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് കീഴൊതുങ്ങിയവനാണ്. സൃഷ്ടാവ് കൊടുത്ത എല്ലാ കൽപ്പനകളും അനുസരിച്ചവനാണ്. അതിന്റെ വഴിയിൽ ആര് വന്ന് തടസ്സം നിന്ന് കഴിഞ്ഞാലും അല്ലെ, അതിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റെ എന്തൊരു ഇഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് തടയാനായില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ എല്ലാത്തിനും മേലെ പ്രിഫർ ചെയ്തവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള വഴി, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വഴി. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുമ്പ് ഹിക്മ, കഴിഞ്ഞ ക്ലാസ്സിലെ ഹിക്മ എന്നുള്ള വാക്ക്, അതിന് മീനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു എല്ലാം അതിന്റെ സ്ഥാനത്ത് വെക്കുക എന്നുള്ളത്. കറക്റ്റ് സ്ഥാനത്ത് വെക്കുന്നതിനാണ് ഹിക്മ എന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യൻ എല്ലാത്തിനും അതിൻ്റെതായ ഹക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാവർക്കും അതിൻ്റെതായ ഹക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും ഹിക്മത്തുള്ളവൻ. സുബ്ഹാനല്ലാഹ്. അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. അപ്പൊ കൊടുക്കേണ്ടതിൽ ഏറ്റവും വലിയ ഹക്ക് ആർക്കാണ് കൊടുക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലേ. അപ്പം ഏറ്റവും വലിയ ഹിക്മത്ത് എന്താണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത്. സുബ്ഹാനല്ലാഹ്.
അപ്പം ഹക്കായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വിസ്റ്റം. അല്ലാതെ അല്ലോ എനിക്ക് അവിടുന്ന് ആ അവകാശം കിട്ടിയില്ല, അവരെന്നോട് ഈ അവകാശം തന്നില്ല എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുകയും നമുക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങളെ കുറിച്ച് കരഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നവരല്ല, കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൊടുക്കേണ്ട ഹക്ക് എന്താണ്? അള്ളാഹുവിനെ എല്ലാത്തിനും മേലെ പ്രിഫർ ചെയ്യുക. കാരണം അള്ളാഹു മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും വലിയ പ്രിഫറൻസ് കൊടുക്കുക. ഒരാൾ അള്ളാഹ്ക്ക് ഏറ്റവും വലിയ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ ഇന്റലിജന്റ്. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും വലിയ പ്രിഫറൻസ് കൊടുക്കുന്നവൻ എന്താണ്, ഒബ്വിയസ്ലി എല്ലാ മനുഷ്യന്മാർക്കും ഹക്ക് കൊടുക്കും. കാരണം അള്ളാഹിന്റെ തൃപ്തി എന്ന് പറയുന്നത്, അല്ലെ, അള്ളാഹിന്റെ തൃപ്തി എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നാച്ചുറലി എല്ലാവർക്കും കൊടുക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കും. അപ്പം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വഴി പിന്തുടരുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള വേറെ ലെസൺ എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, അല്ലെ, നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞവൻ ആരോ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. കാരണം ഇവിടെ നമ്മൾ ബനു ഇസ്രായേലിന്റെ അടുത്ത് അവർ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണല്ലേ, ആര് ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുവോ, കാരണം ഇബ്രാഹിമി മില്ലത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അവർ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് തിരിഞ്ഞു നിൽക്കുന്നത്, അല്ലെ. അപ്പം അങ്ങനെയുള്ളവൻ ആരാണ്? ഏറ്റവും വലിയ വിഡ്ഢിയാണ്. അവനിനി ദുനിയാവിയായിട്ടുള്ള കാര്യത്തിൽ അവനിനി എത്ര വലിയ ബുദ്ധി ഉണ്ടായിക്കോട്ടെ, എത്ര എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ, എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുന്നവനായിക്കോട്ടെ, അവനിനി എത്ര ദുനിയാവിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻ ആയിട്ട് ഏറ്റവും റിച്ച് ആയിട്ട് എന്തെന്നെ ആയിക്കോട്ടെ, അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. എന്താണെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അബൂ ജഹൽ എന്ന് പറഞ്ഞാല് ജാഹിലിയത്തിന്റെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ പിതാവാണല്ലോ, അതായത് ഏറ്റവും വലിയ വിഡ്ഢിയാണ്. ആക്ച്വലി അബൂ ജഹലിന് പണ്ടൊരു പേരുണ്ടായിരുന്നു, അബുൽ ഹക്കം, അല്ലെ, ഹിക്മത്തിന്റെ പിതാവ്. ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനായിരുന്നു അബൂ ജഹൽ. പക്ഷേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തോ അന്ന് അയാൾ ആരായി? അബുൽ ഹക്കം മാറിയിട്ട് അബൂ ജഹലായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആവാം, ദുനിയാവില് ഭയങ്കര സക്സസ്ഫുൾ ആകാം, എന്തൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമാനാണെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി പിന്തുടരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയൊക്കെ വെറും യൂസ്ലെസ് ആണ്, ഒരു വാല്യൂ ഇല്ലാത്ത കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് മാറാണ്. വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇത്തരത്തില് ചൂസ് ചെയ്തത്? ആ ക്വസ്റ്റിനുള്ള ആൻസറാണ് നമുക്ക് തുടർന്നുള്ള ആയത്തിൽ വരുന്നത്. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? 131 ആയത്ത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്തൊരു കുഞ്ഞായത്തല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ആയത്ത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഇഹത്തിലും പരത്തിലും ജയിക്കാൻ. ഭയങ്കര ഭയങ്കര ഗ്രാവിറ്റിയുള്ള ആയത്താണ്. സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ ഇതൊന്ന് കേട്ടിട്ട് മാറ്റി വെച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാത്രം മതി എന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കുകളുടെ ഒരു പവർ എന്താ? നമുക്ക് വാക്കർത്ഥം നോക്കാം. ഇത് ഖാല ഖാഫ് ഖാല, പറഞ്ഞ സന്ദർഭം. ഓക്കെ, അങ്ങനെ പറഞ്ഞ സന്ദർഭം. ലഹു അവനോട്, റബ്ബുഹു അവന്റെ റബ്ബ് പ്ലസ് ഹു, മറ്റേത് ലാ പ്ലസ് ഹു ആണ്. അസ്ലിം സീൻ ലാം മീം, നീ കീഴൊതുങ്ങുക. ഖാല അവൻ പറഞ്ഞു, അസ്ലം തു ഞാൻ കീഴൊതുങ്ങി. ഇവിടെ അസ്ലിം കൽപ്പനയാണ്, അസ്ലം തു ഫഅൽ തു ഫോമാറ്റിലുള്ള ഫിഅൽ മാദിയാണ്, ഞാൻ കീഴൊതുങ്ങി. ലി റബ്ബിൽ, റബ്ബിന് വേണ്ടി, അൽ ആലമീൻ ലോകങ്ങളുടെ, ആലമീൻ ഐൻ ലാം മീം. നമ്മൾ ഇതിന്റെ റൂട്ടിന്റെ അനാലിസിസ് ഒക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കണ്ടതാണ്. ഓക്കെ, അപ്പം തഫ്സീർ നോക്കാം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അവന്റെ റബ്ബ്, ഓക്കെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ റബ്ബ് എന്താ പറഞ്ഞത്? അസ്ലിം സീൻ ലാം മീം, എന്താ പറഞ്ഞത്? കീഴൊതുങ്ങ്,
അല്ലേ? എന്തിനോടാ കീഴൊതുങ്ങാൻ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയോട്. എന്ത് അള്ളാഹ് പറയുന്നോ, എന്ത് അള്ളാഹ്ക്ക് വേണോ, എന്ത് അള്ളാഹു വിധിച്ചോ, അതായത് എന്ത് അള്ളാഹിന്റെ ഖദർ നിന്റെ ജീവിതത്തിൽ വന്നോ അതിന് നീ അങ്ങ് കീഴൊതുങ്ങുക. എന്തായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മറുപടി? ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അല്ലേ, കുറച്ച് സമയം താ, ഒരാഴ്ച സമയം കൊണ്ടാ, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എന്ത് ഖദറാ റബ്ബ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന്, എന്തൊരു പ്രയാസാണല്ലേ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അതാണോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞത്? ഇല്ല. അസ്ലിം എന്ന് പറഞ്ഞ ഉടനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അസ്ലം തു. സുബ്ഹാനല്ലാഹ്. പറ്റുമെങ്കിൽ വലുതാക്കിയിട്ട് ഈ അസ്ലം തു എന്ന് എഴുതി ഒരു ബോർഡ് നമ്മളെ വീട്ടിൽ തൂക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിമിഷവും ആവശ്യമായത്. സുബ്ഹാനല്ലാഹ്. അസ്ലം തു. ആർക്കാണ് അസ്ലം തു പറഞ്ഞിട്ടുള്ളത്? ലി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ രക്ഷിതാവിന്, അല്ലെ, ലോകങ്ങളുടെ റബ്ബിന് ഞാൻ എന്തിന് കീഴൊതുങ്ങാതിരിക്കണം, അല്ലെ? എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ്, എനിക്കെല്ലാം തന്ന എന്റെ റബ്ബ്, എന്റെ എല്ലാ കഴിവുകളുടെയും ഉറവിടമായ എന്റെ റബ്ബ്, എനിക്കുള്ളതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ എന്തിന് അള്ളാഹുവിന് കീഴൊതുങ്ങാതിരിക്കണം? ഇന്നും സുബ്ഹാനല്ലാഹ് നമ്മള് അവിടേക്ക് എത്തിയിട്ടില്ല, അല്ലെ? അസ്ലം തു ലി റബ്ബിൽ ആലമീൻ. എന്താ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസ്. ഒരു സെക്കൻഡ് ഡിലേ പോലും ഉണ്ടായിരുന്നില്ല, അല്ലെ? നാളത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല, ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര ടയർഡാ റബ്ബേ, നീ അല്ലാണ്ട് തന്നെ എത്ര കൽപ്പനകളാ എനിക്ക് തന്നത്, അതെന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല റബ്ബേ, നീ എത്ര പരീക്ഷണങ്ങളാ എനിക്ക് തന്നത്, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതം എന്ന് പറയുന്നത് ഫുൾ പരീക്ഷണങ്ങളാ, അല്ലെ? ഫുൾ പരീക്ഷണങ്ങളാ. എന്നാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം മൊത്തം എന്താണ്? അനുസരണം മാത്രാണ്, അല്ലെ? കാരണം അദ്ദേഹം എന്തായിരുന്നു? അസ്ലം തു, അള്ളാഹുവിന് കംപ്ലീറ്റ് കീഴൊതുങ്ങിയവനായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അസ്ലിം എന്ന് പറഞ്ഞപ്പം അസ്ലം തു ലി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. എന്റെ ലാഹിറും ബാത്തിനും, അല്ലെ, എന്റെ ഉള്ളും പുറവും ഞാൻ റബ്ബിന് കീഴൊതുക്കിയിരിക്കുന്നു. എന്താണ് ഈ അസ്ലം തു ലി റബ്ബിൽ ആലമീന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വരുമ്പം, എന്ത് കൽപ്പനയാണെങ്കിലും നമ്മളുടെ ഇച്ഛകള് അതിനനുസരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയാതിരിക്കുക. നമ്മളുടെ ഇഷ്ടങ്ങള്, നമ്മളുടെ അറ്റാച്ച്മെന്റ്സ്, നമുക്ക് ദുനിയാവിൽ പലതിനോടും അറ്റാച്ച്മെന്റ് ഉണ്ട്, പലതിനോടും ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, പലതിനോടും വെറുപ്പുകളുണ്ട്, അല്ലെ? പലരോടും പ്രത്യേകിച്ച് ഇഷ്ടങ്ങളുണ്ട്, പലരും നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളാണ്, അവരില്ലാണ്ട് നമുക്ക് പറ്റൂല എന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും അതിന് തടസ്സമാകാതിരിക്കുക. അതുപോലെ മറ്റുള്ളവര് നമ്മളുടെയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെയും കൽപ്പനയുടെ ഇടയിൽ വരാതിരിക്കുക. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഡിമാൻഡ്സ്, അവരുടെ തൃപ്തി, അവരോട് നമുക്കുള്ള കടപ്പാട്, അവരോട് നമുക്കുള്ള ഭയം, കീഴൊതുങ്ങൽ, ഇഷ്ടം, വിശ്വാസം, ഇതൊന്നും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ നിന്ന് തടയാതിരിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റൂലേ? നമ്മളൊക്കെ ഇപ്പോഴും ഒരു പക്ഷേ ചിലപ്പോൾ ആളുകളുടെ എന്താ പറയാ, ആളുകളോട് ഭയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഡിമാൻഡിന്റെ പേരിലോ അവരുടെ ആഗ്രഹങ്ങളുടെ പേരിലോ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പനയ്ക്ക് എതിരെ നിൽക്കുന്നില്ലെങ്കിൽ പോലും അതിൽ നിൽക്കുന്നവരുമുണ്ട്. നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ ആളുകൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയുന്നവരാണ്. ഇനി അതല്ലെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ നഫ്സിന് മുമ്പിൽ നമ്മൾ കീഴൊതുങ്ങാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഫ്സിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാറുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ആളുകളുടെ നോട്ടം, ആളുകളുടെ കമന്റ്, അല്ലെ, അവരെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കല്, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ചിന്ത, ഇങ്ങനത്തെ ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കുന്നതിന് വഴിമുടങ്ങാതിരിക്കുക. ആളുകളുടെ എതിർപ്പ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരുപാട് എതിർപ്പ് അനുഭവിച്ച ആളാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. സ്വന്തം പിതാവ് നിർത്തിക്കോ, ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, അല്ലെ, എന്നെ വിട്ട് നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിർത്തിയിട്ടില്ല. സ്വന്തം മോനെയും ഭാര്യയും മരുഭൂമിയിൽ വിട്ടേച്ചു പോവാൻ പറഞ്ഞപ്പോ, അല്ലെ, അവര് വിശന്ന് ചത്തുപോകുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാഹവും വിശപ്പും കാരണം, അല്ലെ, ഒരു കൈക്കുഞ്ഞ് മരിച്ചു പോകുന്ന ഒരു പിതാവിന് ചിന്ത കൊണ്ട് സുബ്ഹാനല്ലാഹ് തടയായിരുന്നു, അത് വേണ്ടാന്ന് വെക്കായിരുന്നു, നോ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ നോ പറയാതിരുന്നത്? സൂറത്ത് ത്വലാഖിൽ 3-ാമത്തെ ആയത്ത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, വല്ലവനും അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതി. സുബ്ഹാനല്ലാഹ്. ഹസ്ബു. അപ്പം ഈ ഒരൊറ്റ
കാര്യം കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇത്ര ധൈര്യമായിട്ട് അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് അതേപടി അവിടെ അനുസരിച്ചത്. അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്തെങ്കിലും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നമ്മളെ സംരക്ഷിക്കാൻ പറഞ്ഞാൽ അള്ളാഹ് സംരക്ഷിച്ചോളും. അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ചെയ്തത് അല്ലെ. വേറെ ഒരാൾക്കും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയത്, മോനെയും ഭാര്യയും മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും അല്ലെ തീവ്രമായിട്ടുള്ള അങ്ങേറ്റം പ്രയാസപ്പെട്ടിട്ട് അനുസരിക്കേണ്ട ഒരു കൽപ്പന, അതനുസരിച്ചതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രൊട്ടക്ഷൻ എന്താ അല്ലെ, എന്താ പ്രൊട്ടക്ഷൻ. സുബ്ഹാനല്ലാഹ്. ആ മോനെ ആ നാട്ടില് വളർത്തി അവിടെ നബിയാക്കി അവരുടെ തലമുറയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. അവസാനത്തെ ഉമ്മത്ത് വരെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്താ ഈ പിതാവായി. സുബ്ഹാനല്ലാഹ്. അന്ന് ആ കൈകാലിട്ടടിച്ച് അവന് ദാഹിച്ചതിന് വെള്ളം കൊടുത്ത ആ സംസം ഇപ്പോഴും അല്ലെ ലോകത്തെമ്പാടും അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് എന്താ അല്ലെ. അള്ളാഹിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ലല്ലേ ഇതുവരെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതമൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് മോട്ടിവേഷൻ ആവണം അല്ലെ. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ആർക്കും തരാൻ പറ്റാത്തത് റബ്ബിന് തരാൻ പറ്റും. ആർക്കും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ റബ്ബിന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റും. ഇതാണ് അസ്ലം തു. ഒരൊറ്റ വാക്ക്, ഇത് മതി നമുക്ക് ജീവിക്കാൻ അല്ലെ. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂല എന്തറിയില്ലെങ്കിൽ. നമ്മൾ ഈ അസ്ലം തു ചെയ്യുന്നത് ആർക്കാണ്? റബ്ബിൽ ആലമീൻ. റബ്ബ് ആലമീന്റെ റബ്ബ് അല്ലെ, ദുനിയാവിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ലോകങ്ങളുടെ റബ്ബിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു തിരിച്ചറിവോട് കൂടിയാണെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിന്റെയും സൃഷ്ടാവ്, എല്ലാത്തിന്റെയും ഓണർ, എന്നെ ഭയപ്പെടുത്തുന്ന ആളുകളുടെയും അല്ലെ, ഞാൻ ആരെ പേടിക്കുന്നുവോ, ആരെ പേടിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് കൽപ്പന അനുസരിക്കാതിരിക്കുന്നുവോ, ആരെന്നെ ഭീഷണിപ്പെടുത്തുന്നു, ആരെനിക്ക് ജീവിതത്തിൽ തരുന്ന വിഭവങ്ങൾ തരൂല എന്ന് പറയുന്നുവോ, അവരെയൊക്കെയും ഉണ്ടാക്കിയ, അവരുടെയൊക്കെയും സൃഷ്ടാവായ, അവരുടെയൊക്കെയും ഓണറായ റബ്ബിനാണ് ഞാൻ ഇത് അനുസരിക്കുന്നതിലൂടെ കീഴൊതുങ്ങുന്നത്. ഈവൻ എന്റെ നഫ്സ്, എന്റെ ശരീരം അല്ലെ, അള്ളാഹുവിനെ അനുസരിക്കാതെ നമ്മൾ നഫ്സിന് വേണ്ടി എന്തെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നഫ്സിന്റെയും ഓണർ ആരാണ്? റബ്ബാണ് അല്ലെ. അപ്പൊ നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്നെ ഒന്നിനും സഹായിക്കാൻ പറ്റില്ല. ഈ നഫ്സിനെ എന്നെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ ഭയപ്പെടുന്ന ആളുകൾക്ക് എന്നെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഇവരുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മേലെ നമ്മൾ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വിവാദത്തെ മാറ്റി വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റൂല. നമ്മൾ അള്ളാഹ് കീഴൊതുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കൈകൾ നമുക്കെതിരെ സംസാരിക്കും, നമ്മുടെ ശരീരം നമുക്കെതിരെ സംസാരിക്കും, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ ഇണകൾ നമുക്കെതിരെ സംസാരിക്കും, നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി നമുക്കെതിരെ സംസാരിക്കും. അപ്പം അള്ളാഹ്ക്ക് കീഴൊതുങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കും. പക്ഷെ അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് കാരണമാണോ റബ്ബിൽ ആലമീൻ, ഈ ദുന്യാവിൽ, ഈ ലോകങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എന്തൊന്ന് കാരണമാണോ നമ്മൾ അസ്ലം തു അള്ളാഹുവിന് കീഴൊതുങ്ങൽ ചെയ്യാത്തത്, ഈ പറഞ്ഞത് എല്ലാം നമുക്കെതിരാവും അവിടെ. എന്നാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി കീഴൊതുങ്ങാൻ വേണ്ടി ഇതിനൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അള്ളാഹ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അപ്പോ നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് വേണ്ടി സാക്ഷി പറയും. സുബ്ഹാനല്ലാഹ്. إذ قال له ربه أسلم قال أسلمت لرب العالمين. എന്തൊരു പവർഫുൾ ആയിട്ടുള്ള ആയത്തല്ലേ. സുബ്ഹാനല്ലാഹ്. ആൻഡ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് കീഴൊതുങ്ങാൻ, വലിയ വലിയ കാര്യങ്ങളുടെ കേസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും കീഴൊതുങ്ങി പഠിക്കണം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളുടെ ഡെയിലി ഇബാദത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡെയിലി പഠിപ്പിക്കുന്ന ഒരുപാട് കൽപ്പനകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പല തിരിച്ചറിവുകളുണ്ട് നമ്മളെ. ഇങ്ങനെയാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കാര്യം എനിക്ക് മാറ്റണം അല്ലെ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും അള്ളാഹുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ സമയത്ത് നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതോ നമ്മളെ പഠിപ്പിക്കുന്നത് റബ്ബാണ്. അങ്ങനെ റബ്ബ് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ
എനിക്ക് ഈ കറക്ഷൻ എന്റെ ജീവിതത്തിൽ വരുത്തണം, ഈ തിരുത്തൽ എനിക്ക് വരുത്തണം എന്ന് മനസ്സിലാക്കിയിട്ടും, ആ ഒരു ചേഞ്ച് വരുത്തണം എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യത്തിലേക്ക് എത്താൻ പറ്റൂല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതലേ അള്ളാഹുവിന് കീഴൊതുങ്ങിയത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലേ. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദിവസം വരുന്ന ചെറിയ ചെറിയ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദൈനംദിന ജീവിതത്തിൽ, അത് നമ്മൾ ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വീട്ടിൽ ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോവാം. അപ്പോഴായിരിക്കും അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മുടെ പ്ലാനുകളൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഇന്നത് പഠിക്കാം, ഇന്ന ക്ലാസ് കേൾക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നത്, അങ്ങനെ എന്തെങ്കിലും വരുന്നത്. സുബ്ഹാനല്ലാഹ്. ആകെ നമുക്ക് വിഷമായി, കംപ്ലൈന്റ് അല്ലെ, ഞാൻ അത് ചെയ്യാൻ വിചാരിച്ചതേനോ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. നമ്മള് വിഷമിക്കുക, കംപ്ലൈന്റ് ചെയ്യുക, വറി ചെയ്യുക. അവിടെ എന്താണ്? അള്ളാന്റെ കതിറാണ്. അള്ളാന്റെ ഇതുപോലത്തെ കുഞ്ഞു 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 കതിറുകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് വലുതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? നമുക്ക് തോന്നിയ പോലെ അപ്പൊ പ്രതികരിക്കുകയാണെങ്കിൽ അല്ലെ, ദേഷ്യത്തോടു കൂടി, വെറുപ്പോടു കൂടി, ഇനി നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന കതറുകൾ, അത് നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്തതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കതറാണ് അല്ലെ. നമ്മളെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വരുന്ന, അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ, എന്നാലും അതെന്താ ഓൾ അങ്ങനെ ചെയ്തത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിനോടൊക്കെ, അതായത് അള്ളാന്റെ കതർ ഇല്ലാണ്ട് ഒരാളുടെ ജീവിതത്തിലും ഒന്നും സംഭവിക്കൂല അല്ലെ. അപ്പൊ അതിനോടൊക്കെ നമ്മൾ വെറുപ്പോടു കൂടി, ദേഷ്യത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നതെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദിവസവും സംഭവിക്കുന്ന, അള്ളാഹ്ക്ക് കീഴൊതുങ്ങാതെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നതെങ്കിൽ, നമുക്ക് എങ്ങനെ വലിയ വലിയ കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കീഴൊതുങ്ങാൻ പറ്റൂല. അപ്പം ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, രാവിലെ മുതൽ രാത്രി വരെ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളും അനുസരിക്കുന്നത് വഴി അസ്ലംതു, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓരോ കുഞ്ഞു കതറുകളും, നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ് പ്ലേറ്റ് വീണ് പൊട്ടുകയാണ്, നമ്മളെ കയ്യിൽ ഇല്ലാത്ത കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യം അള്ളാഹിന്റെ കതിറാണ്. അസ്ലംതു. അങ്ങനെയുള്ള ഓരോ കുഞ്ഞു 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 കാര്യങ്ങളും നമ്മൾ അസ്ലംതു ആവുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാതൃക നമ്മൾ ഫോളോ ചെയ്യണം. വലിയ കാര്യങ്ങളിൽ നമുക്ക് അള്ളാഹുവിന് കീഴൊതുങ്ങാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രിഫറൻസ് അങ്ങനെയുള്ളവർക്കാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഇതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെ അല്ലെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നമ്മൾ ഒരു മോട്ടിവേഷണൽ മോഡലായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന പോലെ കാണുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ എത്രയോ മേലെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. വാക്കുകൾക്ക് അതീതമാണ് അല്ലെ. നമുക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുതരുന്ന കുഞ്ഞു 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 പടികളുണ്ട്, അത് വെച്ച് കയറിയിട്ട് വേണം അവിടെ എത്താൻ. ഇന്ന് തന്നെ ചാടി അവിടേക്ക് എത്താനൊന്നും നമ്മൾ കൊണ്ട് പറ്റൂല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഇപ്പം ഹജ്ജിനൊക്കെ പോകുന്നവരും അവിടെ എത്തുമ്പല്ലേ കുറെ ഖുർആൻ ഓതണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാരണം നമ്മൾ അല്ലാത്ത സമയത്ത് ഒരുപാട് ഓതിയിട്ടുണ്ടാവില്ല. അതേപോലെ ലോങ് നമസ്കാരങ്ങളിൽ എന്താണ് ഖിയാമുകളൊക്കെ ഒരുപാട് ഓതി നിന്ന് അവിടെയൊക്കെ ചെന്ന് നിസ്കരിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പറ്റൂല. കാരണം നമ്മളത് ചെറിയ തോതിൽ പോലും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ പടിപടിയായിട്ട് ആ ഒരു റെസിലിയൻസ്, ആ ഒരു സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങൾ നമുക്ക് നേരിടാൻ പറ്റൂല. എന്തുകൊണ്ടാ? നമ്മളുടെ ഇതുപോലെയുള്ള ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കതറുകൾ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. നമ്മൾ പരാതി പറഞ്ഞിട്ട്, എന്നാലും ഓക്ക് വരാൻ കണ്ടത് ഇന്നായിപ്പോയല്ലോ, ഞാനൊരു കാര്യം തീരുമാനിച്ച ദിവസം അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പ്രതികരിക്കുന്നത്. എന്നാൽ എന്റെ മോളെ ആ പ്ലേറ്റ് ഒന്ന് എനിക്ക് ശ്രദ്ധിച്ചുകൂടേനോ, ഓള് ശ്രദ്ധിക്കാണ്ട് ആരെങ്കിലും എറിഞ്ഞു പൊട്ടിക്കോ പ്ലേറ്റ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാന്റെ അതുപോലെയുള്ള കതറുകള്, കുഴപ്പമില്ല മോളെ, ഇത് അള്ളാഹ് തീരുമാനിച്ചതാണ് അല്ലെ. അൽഹംദുലില്ലാ, ഇന്നത്തെ എന്റെ ഖദർ അത് അവര് വരാനാണ് അള്ളാഹു തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്താം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി പഠിക്കുക. ദീൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്തിട്ട് ഞാനങ്ങ് മുത്തക്കിയായി, ഇനി എനിക്ക് അങ്ങോട്ട് ഒന്നുമില്ല, ഇതുവരെ ഇനിയിപ്പോൾ കേൾക്കുന്ന ക്ലാസ്സൊക്കെ പണ്ട് കേട്ടത്, ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല അല്ലേ. പുതിയത് ഇനി എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരണം. ദീനിൽ നമുക്ക് ഇന്നോവേഷനും ഡിസ്കവറി ഒന്നും നടത്താനില്ല. നമ്മൾ ഈ കണ്ട കാര്യങ്ങളിലേക്ക് തന്നെ നമ്മൾ എത്താൻ കുറേ ദിവസങ്ങളെടുക്കും, കാലങ്ങളെടുക്കും, നമ്മുടെ ആയുസ് മുഴുവൻ എടുക്കും. അപ്പൊ ദീൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. കാരണം അത്രയ്ക്ക് വലിയ മാതൃകകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെങ്ത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുക തന്നെ വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ.
അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കീഴൊതുങ്ങണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഖദർ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ, കൽപ്പനകളെ, അള്ളാഹുവിന്റെ ഖദറിനെ, അതായത് നമ്മളുടെ കൺട്രോളിന് അപ്പുറത്തുള്ളത് എല്ലാം അള്ളാഹുവിന്റെ ഖദറാണ്. അതൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ തീരുമാനമാണെങ്കിൽ പോലും അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ ഇല്ലെങ്കിൽ അത് അവർക്ക് നടത്താൻ പറ്റൂല. മറ്റുള്ളവർ നമ്മളെ രണ്ട് വഴക്ക് പറയണം തീരുമാനിച്ചാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ ഇല്ലെങ്കിൽ അവർക്ക് വായ തുറന്ന് നമ്മളോട് അത് പറയാൻ പറ്റൂല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനങ്ങൾ, ഓക്കെ, അതിനെ ആക്സെപ്റ്റ് ചെയ്യലാണ് കീഴൊതുങ്ങലിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, നമ്മൾ അതിനകത്തൊരു പ്രയോജനം കണ്ടിട്ടില്ലെങ്കിലും, അള്ളാഹു അനുവദിച്ചോ, അള്ളാഹുവിന്റെ ഖദർ അതിലുണ്ടോ, അതിനങ്ങ് അംഗീകരിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തീരുമാനിച്ചത്, അള്ളാഹു ഖദർ ഉണ്ടാക്കിയത് നമുക്ക് ബെസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാൾ ചീത്ത പറയുന്നതാണെങ്കിൽ പോലും അത് നമുക്ക് ബെസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് റബ്ബ് അതിനെ അനുവദിച്ചത്. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുക, അല്ലെ, വെറുക്കുക, അപ്സെറ്റ് ആവുക, ദേഷ്യപ്പെടുക അള്ളാഹിന്റെ തീരുമാനങ്ങളെ. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പലപ്പോഴും അള്ളാഹിന്റെ തീരുമാനം എന്നല്ല, അവരത് ചെയ്തിട്ട് എന്നാ പറയാ. അവരത് ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ അനുവാദം വേണം, അള്ളാഹിന്റെ ഖദർ വേണം. നമുക്കറിയാം അള്ളാഹിന്റെ ഖദറിന്റെ സ്റ്റേജസ് ഒക്കെ നമ്മൾ ഖദർ പഠിച്ചപ്പോ, ഖദറിന്റെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞതാ, അല്ലെ. അപ്പൊ അത് അവിടെ ഉണ്ടെങ്കിലേ അത് സംഭവിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് അതിന് കംപ്ലൈന്റ് ചെയ്ത്, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞ്, അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് കീഴൊതുങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ ആ ഖദറിന് നമ്മൾ കീഴൊതുങ്ങിയിട്ടില്ല. അള്ളാഹ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ഖദറിന് കീഴൊതുങ്ങിയിട്ടില്ല. അത് ചെറിയൊരു കാര്യം, അതായത് നമ്മളുടെ ഡെയിലി തിലാവയാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അടുത്ത് തിലാവ നടത്താൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പോലും നമ്മൾ കീഴൊതുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കീഴൊതുങ്ങിയിട്ടില്ല അള്ളാഹുവിന്റെ ഖദറിന്. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും നമ്മൾ കീഴൊതുങ്ങിയാണ് നമ്മൾ അങ്ങോട്ട് എത്തുന്നത്, അതിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. ശരിയായ കീഴൊതുങ്ങൽ എന്ന് പറയുന്നത് പരിപൂർണമായ ഹൃദയത്തോടു കൂടി ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അള്ളാഹുവിന് കീഴൊതുങ്ങലാണ്. അല്ലാതെ നല്ല ആൾക്കാരെ കൂടെ നിൽക്കുമ്പോൾ ഖുർആനെ കുറിച്ചും, അല്ലെ, ഖുർആനിൽ നമുക്ക് കിട്ടുന്ന ലെസൺസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് ഒറ്റക്കാവുമ്പോൾ അതൊക്കെ കാറ്റിപ്പറത്തി നമുക്ക് തോന്നിയ പോലെ ജീവിക്കലല്ല. നല്ല ആളുകൾ കാണുമ്പോൾ ദിക്റിന്റെ മഹാത്മ്യം, ഇല്ലേ, 100 പ്രാവശ്യം അത് ചൊല്ലണം, 1000 പ്രാവശ്യം ഇത് ചൊല്ലണം എന്നൊക്കെ പറയുകയും നാവ് കൊണ്ട് കണക്കില്ലാതെ ദിക്റ് ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ട്, ഈ ദിക്റ് നമ്മൾ ആരെക്കുറിച്ചാണോ ദിക്റ് ചെയ്യുന്നത്, അല്ലെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറയുന്ന ഇതിനകത്തുള്ള അതേ അള്ളാഹ് നമ്മളെ ജീവിതത്തിൽ ഒരു ഖദർ കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതിരിക്കുക, അതെല്ലാം നമ്മളുടെ കീഴൊതുങ്ങല്. സുബ്ഹാനല്ലാഹ്. എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് സബ്മിഷൻ ആണ്. അത് മാത്രമേ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുള്ളൂ. അല്ലാത്തതൊക്കെ വെറും സംസാര, ഒരു പ്രയോജനവും ഇല്ലാത്ത, ഒരു ഗുണവും ഇല്ലാത്ത സംസാരം. അതുകൊണ്ട് നമ്മൾ അതുപോലെയുള്ള സംസാരങ്ങൾ അധികരിപ്പിക്കുന്നതിനേക്കാളും നമ്മളെ കീഴൊതുങ്ങല് അധികരിപ്പിക്കാൻ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. വിജയത്തിലേക്കുള്ള വഴി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴി, കംപ്ലീറ്റ് സബ്മിഷൻ. സുബ്ഹാനല്ലാഹ്. കംപ്ലീറ്റ് ആയിട്ടുള്ള കീഴൊതുങ്ങൽ. അസ്ലം തു, ആ വാക്ക് മദീനെ നമുക്ക്. ഓക്കെ, എന്ത് വന്നു കഴിഞ്ഞാലും അസ്ലം തു, നാവുകൊണ്ട് തന്നെ പറയാം, അല്ലാഹ് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള തൗഫീഖ് തട്ടെ. നമ്മൾ ശ്രമിക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ, അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്റെ സഹായം കൊണ്ട് റബ്ബേ പറ്റുള്ളൂ. നമുക്ക് ഇന്നു മുതൽ, അല്ലെ, തീരുമാനിക്കാം, ശ്രമിക്കാം, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് അള്ളാഹ്ക്ക് മാത്രമായിട്ട്. അസ്ലം തു ലി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. തുടർന്ന് അടുത്ത ആയത്ത് 132. വവസ്സാ ബിഹാ ഇബ്രാഹീമു വയാഖൂബ് ബനീഹി വയാഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിമും യാക്കൂബും അവരുടെ സന്തതികളോട് ഇത് ഉപദേശിക്കുക കൂടി ചെയ്തു. എന്ത്? ഈ അസ്ലം തുലെ, കീഴ്വണക്കം. എന്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. ഇങ്ങനെയാണ് അവര് ഓരോരുത്തരും ഉപദേശിച്ചത്. വാക്കർത്ഥം നോക്കാം. വവസ്സോ, വസിയത്ത് ചെയ്തു. വ സ്വാദ് യ, ഇനി വാ സ്വാദ് വാ ആണെങ്കിലും ഓക്കെ. ഓക്കെ, ഇത് രണ്ടും പറയാനുള്ള കാരണം ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിൽ നിങ്ങൾ വാ സ്വാദ് വാ കാണും, ചാൻസ് ഉണ്ട്. മിക്ക സ്ഥലങ്ങളിലും വാ വരുന്ന സ്ഥലത്തൊക്കെ യാ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവർ വസിയത്ത് ചെയ്തു. ഓക്കെ,
ബിഹ അതിനെപ്പറ്റി ഇബ്രാഹിം ബനി അവന്റെ മക്കളോട് യാക്കൂബ് അലൈഹിസ്ലാം ഇബ്രാഹിം അലൈഹിസ്ലാം വസിയത്ത് ചെയ്തു, യാ ബനിയ എന്റെ മക്കളെ, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഇസ്തഫ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അദ്ദീന ഈ മതത്തെ, അലാ തമൂത്തുന്ന അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. നൂൻ മുഷദ്ദതയാണ്, അവിടെ ഒരു സ്ട്രെസ് ഉണ്ട് എക്സ്ട്രാ, അതായത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ മരിക്കുകയേ ചെയ്യരുത്, ഇല്ല അല്ലാതെ അൻതും നിങ്ങളായിക്കൊണ്ട് മുസ്ലിങ്ങൾ കീഴൊതുങ്ങിയവർ. തഫ്സീർ നോക്കാം. അപ്പം മില്ലത്ത് ഇബ്രാഹിം അല്ലെ, മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം കീഴൊതുങ്ങൽ. അതിനിടയ്ക്ക് നമ്മളില്ല, നമ്മുടെ നഫ്സില്ല, നമ്മുടെ ഇഷ്ടങ്ങളില്ല, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളില്ല, ഒന്നുമില്ല. അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് കീഴൊതുങ്ങുക, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുക. അപ്പം ഈ മില്ലത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആനിൽ പ്രശംസിച്ച് വെച്ചിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു കാരണത്താൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു രീതി, ഈ ഒരു മില്ലത്ത് അദ്ദേഹത്തിന് മാത്രമായിട്ട് വെച്ചതൊന്നും അല്ലല്ലേ. ഇത് ഞാൻ മാത്രം ചെയ്തിട്ട് ഇതിന്റെ സുഖം, ഇതിന്റെ ഗുണമൊക്കെ എനിക്ക് മാത്രം അനുഭവിച്ചാൽ മതി എന്ന് ചെയ്യല്ല ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളോടും ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ വരുന്ന തലമുറകളോടും ഈ ഒരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ വഴി സ്വീകരിക്കാൻ ബനി വയാഖൂബ് അദ്ദേഹം വസിയത്ത് ചെയ്തു, അല്ലെങ്കിൽ അവൻ വസിയത്ത് ചെയ്തു, ബിഹ അതുകൊണ്ട്, അതിനെപ്പറ്റി. ആരാ വസിയത്ത് ചെയ്തത്? ഇബ്രാഹിം അലൈഹിസ്സലാം. ആരോടാ വസിയത്ത് ചെയ്തത്? ബനി അദ്ദേഹത്തിന്റെ മക്കളോട്. വേറെ ആരാ കൂടെ വസിയത്ത് ചെയ്തത്? യാക്കൂബ് അലൈഹിസ്സലാമും. എന്താണ് വസിയ എന്ന് പറയുന്നത്? വാവ് സ്വാദ് യാ ആണ് റൂട്ട്. വസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് വേറൊരാൾക്ക് കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, വളരെ പ്രാധാന്യത്തോടു കൂടി പ്രത്യേകം ഊന്നൽ കൊടുത്തിട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് വസിയ എന്ന് പറയുന്നത് അല്ലെ. നമ്മള് വസിയത്ത് വില്ല് എഴുതുന്ന ഇതേ വാക്ക് ഉപയോഗിക്കാറുണ്ട്. മരിക്കുന്നതിന് മുമ്പ് വിൽ എഴുതുന്നതിന് അല്ലെ, വസിയ എന്നുള്ള വാക്ക് എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തിലൊരു വില്ല് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും അല്ലെ. അത് അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം വസ്വാബിഹ ഇബ്രാഹിം, വെറുതെ പറഞ്ഞു എന്നല്ല പറഞ്ഞത് അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം വെറുതെ പറഞ്ഞു എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചത്. ഇതുവരെ നമ്മൾ കാണാത്തൊരു വാക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി, അത്രയും ഊന്നൽ കൊടുത്തിട്ടാണ് അതിനെപ്പറ്റി ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞത്. അത് വളരെ ക്ലിയർ ആയിട്ട് അല്ലെ, മനസ്സിലാവുന്ന രീതിയിൽ അവരതിനോട് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. കാരണം വസിയത്ത് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? എന്ന് പറഞ്ഞില്ലേ, ബിഹ അതിനെ പറ്റി എന്ന് പറഞ്ഞു. എന്തിനെ പറ്റിയാണ്? ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന അല്ലെ, അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ കലിമ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ബിഹായിലെ അത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു കലിമയാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. സോ ഇതായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രീതി. ഇത് അദ്ദേഹം തനിക്ക് മാത്രമായിട്ട് വെച്ചില്ല, പകരം തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ബനി എന്ന് പറഞ്ഞാൽ ഇവനിന്റെ പ്ലൂറലാണ്. ബനീഹി എന്ന് പറഞ്ഞാൽ അവന്റെ മക്കൾ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മക്കൾ എന്ന് പറയുന്നത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം അല്ലെ. രണ്ടുപേരെടുത്തും വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കീഴൊതുങ്ങിയിട്ട്, അള്ളാഹുവിനല്ലാതെ വേറെ ഒന്നിനും കീഴൊതുങ്ങാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു അല്ലെ. അപ്പം നമ്മളുടെ കംപ്ലീറ്റ് കീഴൊതുങ്ങൽ അർഹിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം മാത്രമല്ല സ്വന്തം മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത്, ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? യാക്കൂബ് അലൈഹി ഇസ്ലാം അല്ലെ. യാക്കൂബ് അലൈഹി ഇസ്ലാമും ഇതേപോലെ പറഞ്ഞു. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ആരൊക്കെയാണ്? നമുക്കറിയാം 12 മക്കളുണ്ട്. അതിനകത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമും പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കൾക്കും, അതായത് യാക്കൂബ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മക്കൾക്കും ഇത് തന്നെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? യാ ബനിയ, അല്ലയോ എന്റെ മക്കളെ. ബനി പറഞ്ഞു, ബനീൻ എന്ന് പറയുന്ന ബനീൻ ഇബിന്റെ പ്ലൂരലാണ് ബനീൻ. അവിടെ ബനീന്റെ അവസാനത്ത് നൂന് ഡ്രോപ്പ് ആയിട്ട്, അതായത് എന്റെ എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അത് എന്റെ നമ്മൾ എങ്ങനെ എഴുതാം? അവസാനം യാ ആഡ് ചെയ്തിട്ടല്ലേ എഴുതാ. അപ്പൊ ബനി
പ്ലസ് യ, 2 യ, അതാണ് ബനിയ എന്നായി മാറുന്നത്. നമ്മൾ മിന്ന എന്ന് മിൻ പ്ലസ് ന എന്നുള്ളതിന് എങ്ങനെയാ എഴുതുക? മിന്ന, ഷദ്ദിട്ടിട്ട് കൊടുക്കും അല്ലെ. അതേപോലെ ഇവിടെ ബനി പ്ലസ് യ ആണ് ബനിയ. ആക്ച്വലി ബനീൻ ആണ്. ബ നൂൻ യ നൂൻ. ഇബ്നന്റെ പ്ലൂരല് ബനീൻ ആണ്. അത് ബനി ആയിട്ട് അവസാനത്തെ നൂന് ഡ്രോപ്പ് ആവും. എന്നിട്ട് അവിടെ എന്റെ എന്ന അർത്ഥം വരുന്ന യാ കയറും. അപ്പൊ ബനി പ്ലസ് യ ബനിയ. ഓക്കെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ അല്ലേ, സുബ്ഹാനല്ലാഹ്, ഭയങ്കര സ്നേഹത്തോടു കൂടി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, എന്റെ എത്രയും സ്നേഹം നിറഞ്ഞ മക്കളെ അല്ലെ, അങ്ങനെ സ്നേഹത്തോടു കൂടി അഡ്രസ് ചെയ്തിട്ട് പറയാണ് ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു ഇസ്തഫ, അത് അവൻ തെരഞ്ഞെടുത്തു. മുമ്പ് നമ്മൾ ഇസ്തഫൈന എന്നാണ് പറഞ്ഞത് അല്ലെ, നാം തെരഞ്ഞെടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും യാക്കൂബ് അലൈഹി ഇസ്ലാമും പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു ഇസ്തഫ, അള്ളാഹു തെരഞ്ഞെടുത്തു. റൂട്ട് സ്വാദ് ഫാവ നമ്മൾ മുമ്പ് കണ്ടതാണ്. ലക്കും, നിങ്ങൾക്ക്, അദ്ദീൻ, ഈ ദീനിനെ. സുബ്ഹാനല്ലാഹ്, കണ്ടോ, ചുറ്റുപാടും ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്ക് അള്ളാഹ് ആരാന്ന് പോലും അറിയില്ല. അവർക്ക് അള്ളാഹിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെ. അവരവരുടെ സ്വന്തം സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന പോലുമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീൻ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെ. ഏതാ ദീന്? അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ദീൻ, അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങുന്ന ദീനാണ്. അത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ ബ്ലെസ്സിങ് ആണ് അത് അല്ലേ. അവർക്ക് അത് തിരിച്ചറിവ് കൊടുക്കുകയാണ് ഇത് പറഞ്ഞിട്ടല്ലേ. നിങ്ങൾക്ക് അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് തന്നിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ആളുകൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ്, ഞാമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഏത് സമൂഹത്തിൽ പോയി കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുള്ളത് കാണാം അല്ലേ. പക്ഷെ എല്ലാവർക്കും ഈ പറഞ്ഞ ഇസ്തോഫ സ്പെഷ്യലായിട്ട് തെരഞ്ഞെടുത്തിട്ട് അള്ളാഹ് കൊടുത്ത ഈ ഒരു സംഭവം ദീൻ കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവരവരുടെ മക്കളെ തിരിച്ചറിയാൻ വേണ്ടി പ്രാപ്തിയുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാണ് ഇന്നല്ലാഹുദ്ദീൻ, ഈ ദീൻ അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും വലിയൊരു അനുഗ്രഹം, വേറെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഈ ഒരു അനുഗ്രഹം അള്ളാഹു തന്നത് കൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കേ ചെയ്യരുത് അല്ലെ. തമൂതുന്ന മീൻ വാവ് ബീം വാവ് ത, മൗത്ത്, മൗത്ത് എന്താ? മരണം അല്ലെ. അപ്പൊ ലാ തമൂത്തുന്ന, നിങ്ങൾ മരിക്കരുത്. അവസാനം ഒരു നൂന്ന ശ്രദ്ധയുണ്ട്, അത് സ്ട്രെസ്സാണ്. ഡെഫിനറ്റ് ആയിട്ട്, നിശ്ചയമായിട്ട് നിങ്ങൾ മരിക്കരുത്. അതേപോലെ ലാമ മുമ്പേ വരുമ്പോ, ഓക്കെ, ഈ തമൂത്തിന്റെ അല്ലെങ്കിൽ ഫെലിന്റെ മുന്നേ വരുമ്പോ ഒരിക്കലും എന്നുള്ള ഒരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ മുസ്ലിം ആയിട്ട് തന്നെ മരിക്കണം. നിങ്ങൾ അനുസരണയിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയ അവസ്ഥയിൽ മരിക്കണം. അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മരിക്കരുത്. ആക്ച്വലി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കയ്യിൽ വല്ല കൺട്രോളും ഉണ്ടോ അല്ലെ? നമ്മൾ മരിക്കുന്നത് എപ്പോഴാ, എങ്ങനെയാ അല്ലെ, ഏത് സമയത്ത്? നമുക്ക് ഒരു ചോയ്സും ഇല്ല അല്ലെ. പിന്നെ എങ്ങനെയാണ് അവര് നിങ്ങൾ ഇങ്ങനെ മരിക്കാവൂ എന്ന് പറയുന്നത്? ഈ കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് അനുസരണ കാണിച്ചുകൊണ്ടേ മരിക്കാവൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം, ഒരു മനുഷ്യന് അത് ഉറപ്പിക്കാൻ പറ്റുക എങ്ങനെയാണ്? ആ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിച്ചാൽ മാത്രമേ അള്ളാഹുവിന് അനുസരണ നിലായിക്കൊണ്ട് മരിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ജീവിച്ചാൽ മാത്രമേ ആ രീതിയിൽ മരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് മരിക്കുന്നത് അല്ലെ. അല്ലാതെ ഒരാൾ പെട്ടെന്നല്ലേ, നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട് സുജൂദിലായിക്കൊണ്ട് മരിച്ചു, സുബ്ഹാനല്ലാഹ്, അയാൾ അതുവരെ സുജൂദ് ചെയ്യാണ്ട് അന്ന് ഓക്കെ അന്ന് പോയി സുജൂദ് ചെയ്ത് മരിക്കൊന്നും അല്ല അല്ലെ. ഒരു ചാൻസോ ഒരു എന്താ പറയാ സർപ്രൈസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നും അല്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഇതുപോലെയുള്ള ദ്വാകൾ ചെയ്യാറുണ്ട് അല്ലെ, ഇങ്ങനെ മരിക്കണേ അങ്ങനെ മരിക്കണേ എന്നൊക്കെ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വിചാരം ഇങ്ങനെ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അങ്ങനെ ആയിട്ട് നമ്മൾ മരിക്കും. അല്ല, നമ്മൾ ഇതുപോലെ എന്ത് ദ്വാ ചെയ്യുമ്പോഴും, ഒരുപക്ഷെ നമ്മൾ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ദറജ ചോദിക്കുമ്പോൾ, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുമ്പോൾ, വിചാരണ കൂടാതെയുള്ള സ്വർഗപ്രവേശനം ചോദിക്കുമ്പോൾ, ഇതൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് അന്ന് അത് ഈസി ആക്കി തരലല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ ചെയ്യുന്ന വെച്ചാൽ അതിലേക്കുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ എത്തിക്കും. നമ്മുടെ മുമ്പിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് ചെയ്തിട്ടേ നമ്മൾ അവിടെ എത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ദുആ ചെയ്തതുകൊണ്ട് മാത്രം ഒന്നും അവിടെ എത്തുള്ളൂ. പക്ഷെ നമുക്ക് അത് എളുപ്പമാക്കി തരും. അപ്പൊ നമ്മൾ അത് സ്വീകരിച്ച് അത് ചെയ്യണം. അതേപോലെ ഇപ്പൊ എനിക്ക് സുജൂദിലായിക്കൊണ്ട് മരിക്കണേ ദുആ ചെയ്തതുകൊണ്ട് അന്ന് സുജൂദിലായി മരിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. അതുവരെ മര്യാദയ്ക്ക് സുജൂദ് ചെയ്യാതെ. അപ്പം നമ്മളെ ജീവിതം അതുപോലെ ആക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു പെട്ടെന്ന് നമ്മളെ സുജൂദിലാക്കിക്കൊണ്ടും തഹജ്ജുദിലാക്കിക്കൊണ്ടൊന്നും മരിപ്പിക്കൂല. സുബ്ഹാനല്ലാഹ്.
അപ്പം നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് മരിക്കുക. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാതെ മരിക്കുന്നത് മുസ്ലിം ആയിട്ട് മരിക്കാനുള്ള ഒരു ഓപ്ഷൻ അവരുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഓ, ഞാൻ ഇപ്പൊ ഇന്ന സമയത്താണ് മരിക്കുന്നത്, ഞാൻ മുസ്ലിം ആവട്ടെ എന്നിട്ട് മരിക്കട്ടെ, അല്ല അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കട്ടെ എന്നിട്ട് മരിക്കട്ടെ എന്നല്ല. നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവോ ജീവിതത്തിലുടനീളം നമ്മൾ മുസ്ലിം ആയിട്ട്, ഈ മുസ്ലിം എന്നുള്ള വാക്കിന് നമ്മൾ മുമ്പ് ഉപയോഗിച്ചതിനേക്കാളും ഭയങ്കര ഘനത്തിലുള്ള അർത്ഥം ഇപ്പൊ ഉണ്ട് അല്ലെ. പണ്ട് നമ്മൾ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിരുന്നു. ഒരു പേരുണ്ടെങ്കിൽ ആയിഷ മുഹമ്മദോ മുസ്തഫ ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇപ്പൊ മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിന് കംപ്ലീറ്റ് കീഴൊതുങ്ങിയവനാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ മുസ്ലിം ആയിക്കൊണ്ട് ജീവിച്ചാലേ നമുക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന് കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങി ജീവിച്ചാലേ അള്ളാഹുവിന് കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങി മരിക്കാൻ പറ്റുള്ളൂ. ഏത് സമയത്തും, അത് എന്തിന്റെ സമയം ആയിക്കോട്ടെ, നമ്മുടെ വിവാഹത്തിന്റെ സമയമായിക്കോട്ടെ, നമുക്ക് വിഷമമുള്ള സമയമായിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ള സമയമായിക്കോട്ടെ, നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള സമയമായിക്കോട്ടെ, നമ്മൾ പരാജയപ്പെടുന്ന സമയമായിക്കോട്ടെ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള സമയമായിക്കോട്ടെ, രോഗമുള്ള സമയമായിക്കോട്ടെ, ഹെൽത്തി ആയിട്ടുള്ള സമയമായിക്കോട്ടെ, യങ് ആയിക്കോട്ടെ, ഓൾഡ് ആയിക്കോട്ടെ, എപ്പോഴും അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക. ഏതൊരു അവസ്ഥയിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു ഫേസിലാണെങ്കിലും, ഏതൊരു പ്രായത്തിലാണെങ്കിലും നമ്മൾ ഇസ്ലാമായിട്ട് ജീവിക്കുക. അള്ളാഹുവിന് കീഴൊതുങ്ങി. അള്ളാഹുവിന്റെ കീഴൊതുങ്ങൽ നമ്മൾ മുമ്പ് വിശദമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോ മരണം ഏത് സമയത്ത് വേണമെങ്കിലും വരാം അല്ലെ. ഈ ഏതൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴും മരണം വരാം. കാരണം നമ്മൾ കാണുന്ന നമ്മളുടെ ചുറ്റും അല്ലെ, കുട്ടികൾ മരിച്ചു വീഴുന്ന, പ്രായമായവർ മരിച്ചു വീഴുന്ന, ഉറങ്ങിക്കിടന്നവർ രാവിലെ എഴുന്നേറ്റ്, സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആരോഗ്യമുള്ളവര്, എത്ര ആരോഗ്യമുള്ളവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് അല്ലെ. രോഗമുള്ളവർ കിടക്കുന്നു, ആരോഗ്യമുള്ളവർ നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ജീവിതത്തിൽ വിജയിച്ചവരും മരിക്കുന്നുണ്ട്, പരാജയപ്പെട്ടവരും മരിക്കുന്നുണ്ട്. കാരണം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവർക്കും അത് ടേസ്റ്റ് ചെയ്തേ മതിയാവൂലേ മരണം. അപ്പൊ എപ്പോ വേണമെങ്കിലും മൂപ്പര് വരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാ? അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായിക്കൊണ്ട് ജീവിച്ചു കൊണ്ടേയിരിക്കുക. നമ്മള് മുസ്ലിം ആയിക്കൊണ്ട് ജീവിച്ചു കൊണ്ടേയിരിക്കുക ഏതൊരവസ്ഥയിലാണെങ്കിലും. അങ്ങനെയാണ് ഫലാത്തമോത്തുന്നെ എല്ലാ അൻതും മുസ്ലിമോൻ നമുക്ക് അനുസരിക്കാൻ പറ്റുക. അല്ലാതെ മരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കയ്യിൽ യാതൊരു കൺട്രോളും ഇല്ല. എന്തൊക്കെയാണ് ഇതിൽ നിന്നുള്ള ലെസൺസ്? ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും യാക്കൂബ് അലൈഹി ഇസ്ലാമും. അത് മാത്രമല്ല, എന്തുകൊണ്ട് ഇവിടെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പേരും കൂടെ എടുത്തു പറയാൻ കാരണം എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഇത് തന്നെയാണ്. അവര് വിട്ടേച്ചു പോയത് എന്താണ്? അവരുടെ ലെഗസി അല്ലെങ്കിൽ അവരുടെ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? അവര് പഠിപ്പിച്ച കാര്യം അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ. അല്ലാതെ അവരുടെ പേര് വിളിച്ച് ദുആ ചെയ്യാനോ അല്ലെ അവരെ ദൈവമായിട്ട് കാണാനോ അല്ല അവര് പഠിപ്പിച്ചത്. അവര് വിട്ടേച്ചു പോയത് അള്ളാഹ്ക്ക് കീഴൊതുങ്ങാനുള്ള ആ ഒരു കാര്യം, അതിന്റെ മാതൃക, ആ ഒരു പഠിപ്പിക്കലാണ് അവർ വിട്ടേച്ചു പോയത്. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹ്ക്ക് മാത്രം നിങ്ങൾ കീഴൊതുങ്ങുക. നൂഹ് അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എല്ലാ പ്രവാചകന്മാരും എല്ലാ റസൂലുകളും എന്താണ് ചെയ്തത്? ഈ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു മെസ്സേജ്, നിങ്ങൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹ്ക്ക് മാത്രം കീഴൊതുങ്ങുക, കംപ്ലീറ്റ് കീഴൊതുങ്ങുക. ബനു ഇസ്രായേലിന്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞപ്പം അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ മുസ്ലിം ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളോട് യഹൂദികളായിട്ട് നിൽക്കാൻ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളിൽ പെട്ടവരല്ലാത്തവരെ ഞങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട കാര്യം ഇല്ല. അതുകൊണ്ടാണ് അവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇത് യാക്കൂബ് അലൈഹി ഇസ്ലാമും കൂടെ പറഞ്ഞ കാര്യമാണ്. എന്ത്? നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്. യാക്കൂബ് അലൈഹി ഇസ്ലാം ആരാണ്? അവരുടെ പിതാവ് അല്ലെ. അവർ ഫോളോ ചെയ്യുന്നത് ബനു ഇസ്രായേൽ എന്ന് അവരുടെ പേര് വന്നത് തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പര ആയതുകൊണ്ട്. അപ്പൊ യാക്കൂബ് അലൈഹി ഇസ്ലാമും ഇത് തന്നെയാണ് മക്കളോട് പറഞ്ഞതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു എത്ര ഇതാണ് അവരെ ഖണ്ഡിച്ചുകൊണ്ട്, അവരുടെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാണിംഗ് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക. അപ്പോൾ അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ നബിമാര് വിട്ടേച്ചു പോയത്, അവര് പഠിപ്പിച്ചു പോയത് ഇത് മാത്രമാണ്. എന്ത്? അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാം. ഇനി അടുത്ത ലെസൺ എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യം, നമ്മൾ നമ്മുടെ മക്കളെയും ഇൻസ്ട്രക്ട് ചെയ്യണം അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമും യാക്കൂബ് അലൈഹി ഇസ്ലാമും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങൽ അല്ലെ. അവരേറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ ഈ ദീൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അവരെ മക്കളെ അതുകൊണ്ട് ഉപദേശിച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അല്ലെ, നമ്മളെല്ലാവരുടെയും ഒരുപക്ഷെ ഏറ്റവും വലിയ കൺസേൺ തന്നെയാണ് എന്ത്? നമ്മളെ മക്കളുടെ ദീൻ അല്ലെ.
അപ്പൊ നമ്മൾ അത് അവർക്ക് കൊടുക്കുന്നുണ്ടോ? നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തൗഹീദിന് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കംപ്ലീറ്റ് കീഴൊതുങ്ങലിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലേ? അതായത് തൗഹീദ്, അള്ളാഹുവിന്റെ മേലെ വേറൊന്നുമില്ല, നമ്മുടെ നഫ്സ് പോലും ഇല്ല, മറ്റുള്ളവരില്ല, അല്ലേ? ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതാണ് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്നിട്ടാണ് കുട്ടികൾക്ക് പകരുന്നതിലേക്ക് എത്തേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് കാറ്റഗറി ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? അതിനപ്പുറത്ത് തൗഹീദ് എന്താന്ന് നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും അറിയില്ല, നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുമില്ല. അതിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ പടിയിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതായത് എല്ലാത്തിനും മേലെ അള്ളാഹു, നമ്മുടെ നഫ്സിന് പോലും മേലെ അള്ളാഹു. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് വസിയത്ത് ചെയ്തു അവരുടെ മക്കളെടുത്ത്, അല്ലേ? നമ്മളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇതാണോ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത്? നമ്മളെ മക്കൾക്ക്, അല്ലെ, നമ്മളെപ്പോഴും പറയും നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു മാതൃകയാണോ നമ്മൾ നമ്മളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? അസ്ലം തു, എന്ത് വന്നു കഴിഞ്ഞാലും അസ്ലം തു. അതോ നമ്മളില്ലേ, നമ്മളൊക്കെ ശരിക്കും എന്താ ആഗ്രഹിക്കുന്നറിയോ? ഒരു ട്രീ, ഒരു മരം ആലോചിക്കുക, ഒരു ഫ്രൂട്ടിന്റെ ട്രീ. അത് ഉണ്ടാവണമെങ്കിൽ ആദ്യം വിത്ത് പാകണം, അല്ലെ? അതിന് നനയ്ക്കണം, അത് ചെറിയ മുള വരും, എന്നിട്ട് അതിന് കളകൾ വരും, അത് പറിച്ച് കളയണം, എന്താണ് വളം വേണമെങ്കിൽ വളം ഇട്ട് കൊടുക്കണം. അങ്ങനെ 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 വലുതായിട്ട് വരുന്ന സാധനമാണ് ഫ്രൂട്ട്, അല്ലെ? നമ്മൾ ഈ വിത്ത് അസ്ലം തു എന്ന് പറയുന്ന, അള്ളാഹുവിന് കംപ്ലീറ്റ് കീഴൊതുങ്ങുക എന്ന് പറയുന്ന, തൗഹീദ് എന്ന് പറയുന്ന വിത്ത് ഇട്ടാതെ വെള്ളം ഒഴിക്കാതെ ഫ്രൂട്ട്സ് ഡിമാൻഡ് ചെയ്യുന്ന ആളുകളാണോ നമ്മളെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളെ മക്കളെടുത്തൊന്നും, അല്ലേ, ഒരു പക്ഷെ നമ്മൾ കാണിച്ചു പോലും കൊടുക്കാതെ നമ്മൾ അസ്ലം തു കാണിച്ചു കൊടുത്ത ആൾക്കാരാണോ നമ്മളെ മക്കൾക്ക്? ശ്രമിക്കുന്നെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് ഫ്രൂട്ട് കിട്ടണം, അല്ലെ, മക്കളുടെ അടുത്തുനിന്ന്. അതിന്റെ റിസൾട്ടാണ് നമ്മളുടെ അമല്, അല്ലെ? ഹൃദയത്തിലെ അസ്ലം തുന്റെ റിസൾട്ടാണ് നമ്മളുടെ അമലുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മൾ എന്തും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പന അനുസരിക്കുന്നത് എന്തും, അല്ലെ? അള്ളാഹുവിന് കീഴൊതുങ്ങൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ വിത്ത് പാകിയിട്ടുണ്ടോ? വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? സമയം കൊടുത്തിട്ടുണ്ടോ? അതോ നമ്മൾ ഇന്ന് വിത്ത് വിതച്ചിട്ടുണ്ട്, നാളെ എനിക്ക് പഴുത്ത ഒരു പഴം കിട്ടണോ, അതോ എന്റെ മോൾ ആ പഴം തരുന്നില്ല, എങ്ങനെ ഉണ്ടാവും? അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർജറ്റാണ് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെ നമ്മളും ആദ്യം ഫ്രൂട്ട് ഉണ്ടാക്കാൻ പോവാ, നമ്മളിപ്പോഴും നമുക്ക് വിത്ത് ഇതുവരെ മര്യാദക്ക് ഉണ്ട്, വിത്തുണ്ട്, പക്ഷെ പാകിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ശരിക്കും ചിന്തിച്ചു നോക്കുക. അവരെന്താ അവരെ മക്കളെടുത്ത് പറഞ്ഞത്? അസ്ലം തുലി റബ്ബിൽ ആലമീൻ. അതാണ് അവര് മക്കളോട് വസിയത്ത് ചെയ്തത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ ദീനാണ്, ഈ സബ്മിഷൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുന്ന ദീനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ അടിച്ചേൽപ്പിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ, പക്ഷെ ഫീൽ ചെയ്യിച്ചിട്ടുണ്ടോ? നമ്മളെ ജീവിതത്തിൽ ഓരോ ദിവസം വരുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങിയിട്ട്, ഓ ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മളെ മക്കൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്റെ ഉമ്മന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്റെ ഉമ്മ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുന്ന അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. നമ്മളൊക്കെ മുസ്ലിമാ നമ്മളെ മക്കൾ പറയും, പേരുകൊണ്ട്, അല്ലേ? ആ ഒരു ഫീലിംഗ്, അല്ലേ? ഇപ്പൊ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അവർ പറഞ്ഞു വെച്ചതുപോലെ, സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലേ? അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ദീൻ തെരഞ്ഞെടുത്തതാണ്. ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കീഴൊതുങ്ങല്, ലൈഫ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോൾ, ഏറ്റവും പ്രയാസങ്ങളുടെ ജീവിതം കടന്നു പോകുമ്പോഴും അസ്ലം തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭംഗി നമ്മൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? വളരെ സന്തോഷത്തോടു കൂടി ഇത് അള്ളാന്റെ ഖദറാണെന്ന് പറഞ്ഞ് അതിന് കീഴൊതുങ്ങി ഭംഗിയായിട്ട്, അല്ലെ? വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാൻ നമുക്ക് ഒരുപാട് പറ്റൂല. ഉള്ളില് സമാധാനം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് അത്രയും സന്തോഷമായിട്ട് ചിരിച്ച് ആ ദീനിനോടുള്ള ആ നമ്മുടെ അസ്ലംത്ത്, നമ്മുടെ കീഴൊതുങ്ങലിനോട് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അതോ വിത്ത് പാകാതെ, വെള്ളം നനയ്ക്കാതെ, വളമിടാതെ, കള പറിക്കാതെ എനിക്ക് പഴുത്ത ഫ്രൂട്ട് വേണമെന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളാണോ നമ്മൾ? ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. എന്താണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്? ശരിക്കും നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്, നമ്മള്
അള്ളാഹുവിന്റെ ഏതൊക്കെയോ കുറച്ച് കൽപ്പനകളൊക്കെ നമ്മൾ ഒബേ ചെയ്യുന്നുണ്ട്. നമ്മൾ അനുസരിക്കുന്നവർ തന്നെയാണ്. മാഷാഅല്ലാഹ്, നമ്മൾ അങ്ങനെ മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല. കുറച്ച് അല്ലെ, നമ്മുടെ നഫ്സിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അനുസരിക്കുന്നുണ്ട്. അത് അവരങ്ങോട്ട് അനുസരിച്ചോളണം അല്ലെ. വിത്തും ഇല്ല, വളവും ഇല്ല, വെള്ളവും ഇല്ല, ഏതോ 2-3 ഫ്രൂട്ട്സ് നമ്മളെ കയ്യിലുണ്ട്, അത് അവരും ഉണ്ടാക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇസ്ലാമാണോ തൗഹീദാണോ അവരെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെ കംപ്ലീറ്റ് കീഴൊതുങ്ങലാണോ അവരെ പഠിപ്പിക്കുന്നത്? എന്ത് റിസൾട്ടാണ് നമ്മൾ അവരുടെ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ആദ്യം ചോദിക്കുക. നമ്മൾ എത്രത്തോളം അള്ളാഹ്ക്ക് കീഴൊതുങ്ങാനുണ്ട്, മാറാനുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതേസമയം നമ്മൾ അല്ലെ, ഇപ്പൊ നമ്മളെ മാതാപിതാക്കളാണെങ്കിലും നമ്മളെ അടുത്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈ കാറ്റഗറിയിൽ പെട്ടതാണ്. വസ്വാബിഹ, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയ കാര്യമാണ് അവരെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമ്മൾ അതേപോലെ നമ്മുടെ മക്കളെയും അത് പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും ഹൈറായ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. അല്ലെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയും വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ, ദുആ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരൂല എന്ന് അവരെ പഠിപ്പിക്കുക. അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അനുസരണം നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഏറ്റവും ബെസ്റ്റ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത്, ആ ബെസ്റ്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതൊരിക്കലും നമ്മുടെ സംസാരവും പ്രവൃത്തിയായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ ചിന്തിക്കുന്ന ജനത അത് എടുക്കൂല. നമ്മളെ ഈ വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന മക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തൊരു തൗഫീഖാ. അതിനവർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കണം. നമ്മൾ ആ ചിന്ത അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, നമ്മളെക്കാൾ ബെസ്റ്റ് ദീൻ ക്യാരി ചെയ്യുന്ന ആളുകളാവാനുള്ള കഴിവുള്ളവരാണ് അവര്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ പ്രവൃത്തിയും വാക്കുകളും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് അവരെടുക്കും നമ്മൾ വിചാരിക്കുന്നത് വിഡ്ഢിത്താണ്. അതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ പ്രവൃത്തിയും സിംഗിൾ ആയിരിക്കുക. നമ്മൾ ദീനാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ, ദീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ദീൻ, ഈ പറഞ്ഞ ഇസ്ലാം, ഈ പറഞ്ഞ കീഴൊതുങ്ങൽ നമുക്ക് ഏറ്റവും ഭംഗിയുള്ളതാവണം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാവണം. അപ്പൊ നമ്മൾ പറയാതെ തന്നെ അവരതിലേക്ക് എത്തിക്കോളും. സുബ്ഹാനല്ലാഹ്. പറയണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, പറയുന്നെ വേണം, പക്ഷെ പറയാതെയും എത്തുമെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പറയുന്നെ വേണം. ഓക്കെ, പറയുന്നതാണ് നമുക്കുള്ള മാതൃക, നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക അതാണ്. ഇനി വേറൊരു ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ അല്ലെ നമ്മളുടെ അമലുകള്, ആക്ഷൻസ് എന്താണ്, നിയ്യത്ത് അനുസരിച്ചാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ ആക്ഷൻസ് എന്താണ്, ഖവാത്തീം, ബിൽ ഖവാത്തീം ആണ് അല്ലെ, അതിന്റെ അവസാനം അനുസരിച്ചാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ തോന്നിയ പോലെ മുസ്ലിമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അള്ളാഹിനനുസരിച്ച്, ഇഷ്ടമില്ലാത്തടത്ത് അള്ളാഹിനെ അനുസരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അള്ളാഹിനെ അനുസരിക്കാത്ത അവസ്ഥയിലായിരിക്കും മരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മുസ്ലിമായിട്ട് മരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കണം. ഈ മുസ്ലിം എന്നുള്ള വാക്ക് പറയുമ്പോൾ നമുക്ക് ആ ഒരു കനം ഫീൽ ചെയ്യണം. ഇനി കേട്ടോ, മുമ്പ് നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞതുപോലെയല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയായിരിക്കും നമ്മളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പൊ എങ്ങനെ മരിക്കണം എന്ന് നമ്മൾ എങ്ങനെ ജീവിച്ച് കൊണ്ടാണ് നമ്മൾ അത് തീരുമാനിക്കേണ്ടത്, നമ്മൾ എങ്ങനെ മരിക്കേണ്ടതെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ നീയത്തിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം വറീഡ് ആവുന്നുവോ, എത്രത്തോളം വിഷമിക്കുന്നുവോ, എത്രത്തോളം ചിന്തിക്കുന്നുവോ, അതേപോലെ നമ്മളുടെ ഖവാത്തീം അമൽ, നമ്മളുടെ അമലുകളുടെ അവസാനത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത് നല്ല അമൽ ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാലും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ചെയ്തുകൊണ്ടേയിരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാലേ നമുക്ക് എന്താണ് അതിനെ ഖവാത്തീം ബെസ്റ്റ് ആക്കാൻ പറ്റുള്ളൂ അല്ലെ. അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ അടുത്ത് നമ്മളെ മുസ്ലിം ആക്കിക്കൊണ്ട് ജീവിപ്പിക്കാനും മുസ്ലിം ആക്കിക്കൊണ്ട് മരിപ്പിക്കാനും നമ്മുടെ അമലുകളുടെ അവസാനം ബെസ്റ്റ് ആക്കാനും വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ അമലുകളെ കുറിച്ച്, നമ്മളുടെ അമലുകളുടെ അവസാനത്തെക്കുറിച്ചും അമലുകളുടെ നെയ്യത്തുകളെ കുറിച്ചും വറീഡായിരിക്കുക. അതൊക്കെ ആയിരിക്കട്ടെ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ്. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك
ومن ذريتنا أمة مسلمة لك ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته الحمد لله